വേദ ഓക്കെ, അടുത്തത് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. നെക്സ്റ്റ് വൺ ശ്രദ്ധിച്ചോ, പെർപെൻഡിക്കുലർ പാരലൽ ആക്സിസ് തിയറം പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത ക്ലാസ്സിൽ രണ്ടും കൂടെ എഴുതണം കേട്ടോ. ഓക്കെ, പാരലൽ ആക്സിസ് തിയറം ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം എന്ന് പറയുമ്പോൾ ഞാനൊരു ലാമിനെ കൺസിഡർ ചെയ്യണം, ഒരു പ്ലെയിൻ ലാമിനെ കൺസിഡർ ചെയ്യുക. ഇതിന് 3 ആക്സിസ് ഉണ്ട്. ഓക്കെ, ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ് ആൻഡ് ദിസ് ഇസ് ഇസഡ് ആക്സിസ്. ഓക്കെ, അപ്പോൾ എക്സ് ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യനെ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? ഐ എക്സ് എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്ത്. ആൻഡ് വൈ ആക്സിസിലുള്ളത് ഐ വൈ, ഇസഡ് ആക്സിസിലുള്ളത് ഐ ഇസഡ്. ഓക്കെ, അപ്പൊ എനിക്ക് ഈ ഇസഡ് ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കണം. അപ്പൊ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ പ്ലെയിൻ ലാമിന എബൌട്ട് ആൻ ആക്സിസ് പെർപെൻഡിക്കുലർ ടു ദ അനദർ പ്ലെയിൻ. അപ്പോൾ ഐ ഇസഡ് ഈക്വൽ ടു എങ്ങനെ എഴുതിയാൽ മതി? ഐ എക്സ് പ്ലസ് ഐ വൈ. ഇത്രയേ ഉള്ളൂ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. മനസ്സിലായോ? ഇനി നമുക്ക് ഐ എക്സ് ആണ് എഴുതണമെങ്കിൽ എങ്ങനെ എഴുതാം? ഐ എക്സ് ഈക്വൽ ടു ഐ വൈ പ്ലസ് ഐ ഇസഡ്. ഓക്കെ, ഇതാണ് പെർപെൻഡിക്കുലർ ആക്സിസ്. അത് നമുക്ക് സ്റ്റേറ്റ്മെന്റ് എഴുതാം. സ്റ്റേറ്റ്മെന്റ് എഴുതിയിട്ട് ഒന്നുകൂടെ പറയുമ്പോൾ ക്ലിയർ ആവും. എഴുതിക്കോ, പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. Moment of inertia of a plane lamina. Moment of inertia of a plane lamina about an axis. Moment of inertia of a plane lamina about an axis. Lamina. L-A-M-I-N-A. Moment of inertia of a plane lamina about an axis perpendicular to the plane is equal to the sum of moment of inertia of two mutually perpendicular axis in its plane and intersecting each other at the point where the perpendicular axis meet. ഓക്കെ, ഇനി ഒന്ന് ശ്രദ്ധിച്ചേ. അപ്പൊ എന്താ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം പറയുന്നത്? മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ ലാമിന എബൌട്ട് ആൻ ആക്സിസ്. ഒരു ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത്, ലാമിന എന്ന് പറഞ്ഞ ഒരു പ്ലെയിൻ ആയിട്ടുള്ള സംഭവം അത്ര ഉദ്ദേശിക്കുന്നത്. മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ പ്ലെയിൻ ലാമിന എബൌട്ട് ആൻ ആക്സിസ് പെർപെൻഡിക്കുലർ ടു ദ അതർ പ്ലെയിൻ ഈക്വൽ ടു എന്താ പറയാ? സം ഓഫ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ടു മ്യൂച്വലി പെർപെൻഡിക്കുലർ ആക്സിസ്. അതായത് ഒരു ആക്സിസ് ആണ് നമുക്ക് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ബാക്കി 2 ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ എന്തെടുത്ത് വെക്കുക? സം എടുത്ത് വെക്കുക. അത്ര ആലോചിച്ചാൽ മതി. പാരലൽ ആക്സിസ് തിയറം എന്താ നമ്മൾ പഠിച്ചേ? പാരലൽ ആക്സിസ് തിയറത്തിൽ എങ്ങനെയായിരുന്നു? 2 ആക്സിസ് വന്നിട്ടുണ്ടെങ്കിൽ ഞാനല്ലല്ലോ പറഞ്ഞത്, ഞാൻ ഒരെണ്ണം സെന്ററിൽ കൂടെ പാസ് ചെയ്യാന്ന് വിചാരിക്കുക. ഇത് എ ബി, ഇത് സി ഡി ആണെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം? എങ്ങനെയാ നമ്മൾ പറഞ്ഞേ? അതല്ല തന്നെ ഒന്ന് പറഞ്ഞേ, പറയൂ. ICM ഈക്വൽ ടു മൊമെന്റ് ഓഫ് MR². ഓക്കെ, അപ്പോൾ ഇത് എഴുതിയല്ല. ഇനി ഇക്വേഷൻ എഴുതിയിട്ടൊന്ന് ബോക്സ് ചെയ്ത് വെച്ചോ.
വേഗം. ഏയ് എഴുത് എഴുത് എഴുത്. അവൻ ഉറങ്ങിയട്ടാ. എഴുത്. ഇക്വേഷൻ എഴുതി ഒന്ന് ബോക്സ് ചെയ്യട്ടാ. കഴിഞ്ഞോ? അല്ല ഒരെണ്ണം എഴുതിയാൽ മതി. സെറ്റിന്റെ എഴുതിയാൽ മതി. ഓക്കെ കഴിഞ്ഞല്ല. ശ്രദ്ധിക്കോ. അടുത്തത് ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത് ഒരു റിങ്ങിനെ പറ്റിയും പഠിക്കാനുണ്ട്, ഡിസ്കിനെ പറ്റിയും പഠിക്കാനുണ്ട്. അതുപോലെ റിങ്ങിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കുക, ഡിസ്കിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കുക. അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ടോപ്പിക്. അതിൽ നിന്ന് പല ടൈപ്പ് പ്രോബ്ലംസ് വരും. അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക. മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ റിംഗ് ഓക്കെ. എഴുതണം, മൊത്തം എഴുതാനുള്ളതാ. ഓക്കെ എഴുതിക്കോ. ഈ ഹെഡിങ് ഒന്ന് എഴുതിക്കോ. മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ റിംഗ് അബൌട്ട് ആൻ പുറത്തിറങ്ങി സംസാരിക്കാം. ഓക്കെ. മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ റിംഗ് അബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ദ സെന്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് പ്ലെയിൻ. വേഗം എഴുതിക്കോ. അത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. ഒരു പേപ്പർ തരുവാടാ. അല്ല വേണ്ട, നോക്കട്ടെ. വേണ്ട വേണ്ട വേണ്ട, ഇവിടെ ഉണ്ട്. അയ്യോ ഇതല്ല, കുറച്ച് വലുത് വേണമായിരുന്നു. ഡെമോൺസ്ട്രേഷൻ കാണിച്ചു തരാന്ന് വിചാരിച്ചാണ്. അതായത് വേറെ പ്രശ്നമൊന്നുമില്ല. പറയണമെങ്കിൽ പറഞ്ഞു പോവാ. ഇങ്ങനെ ലാമിനെയൊന്നും ഞാൻ എടുക്കത്തില്ല. ഒന്നിരുന്നിരുന്ന് വായിച്ചു നോക്കിക്കേ. അതിന് മുമ്പത്തെ ടോപ്പിക് ഒന്ന് വായിച്ചു നോക്ക്. ആ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം ഒന്ന് വായിച്ചു നോക്ക്. ഞാനതിപ്പോ ക്വസ്റ്റ്യൻ ചോദിക്കും, കഴിയുമ്പോ അത് എഴുതാതെ ഞാൻ വിടത്തില്ല.
അങ്ങനെ തന്നെ ചോദിക്കും. ആപ്ലിക്കേഷനാണ് ഇവിടെ പഠിക്കാൻ പോകുന്നത്. ഞാൻ എന്ത് ചെയ്യാൻ? അത് വരണ്ടേ? അത് വേറെ ലെവലിലേ ചോദിക്കുള്ളൂ, ഡയറക്റ്റ് ഒന്നും ചോദിക്കൂല. സിലബസ് ഉള്ളതാ ഞാൻ കവർ ചെയ്യാം. അതൊക്കെ വരും. വേണ്ട, റിങ്ങായില്ലേ? ഒരു പെൻസില് താ. ഓക്കെ, ശ്രദ്ധിച്ചേ. ഇനി നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്? മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ റിംഗ്. മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഞാൻ കഴിഞ്ഞിട്ട് പറയാം. മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ റിംഗ് അബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ദ സെന്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് പ്ലെയിൻ. അപ്പൊ റിംഗിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. കണ്ടീഷൻ എന്താ പറഞ്ഞേക്കുന്നത്? ആക്സിസ് പാസിംഗ് ത്രൂ ദ സെന്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് പ്ലെയിൻ. അപ്പൊ ഇതൊരു റിംഗ് ആയിട്ട് ഇപ്പൊ തൽക്കാലം ഇമാജിൻ ചെയ്യണം. ഓക്കെ, അപ്പൊ ഈ റിംഗ് ആണെങ്കിൽ, ഓക്കെ, ഇപ്പൊ റിംഗ് ആണെന്ന് വിചാരിക്കുക. അപ്പോ ഈ റിംഗിന്റെ എന്താ പറഞ്ഞേക്കുന്നത്? മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ റിംഗ്. ഇതാണ് നമ്മുടെ റിംഗ്. ഇതിന്റെ എന്ത് കണ്ടുപിടിക്കണം? മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കണം. about an axis passing through the center and perpendicular to its plane. അപ്പോൾ ഇതിന്റെ പ്ലെയിൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇതാണ് ഇതിന്റെ പ്ലെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് പ്ലെയിൻ. അപ്പൊ എവിടെ കൂടെ ആക്സിസ് പാസ് ചെയ്യണം? സെന്ററിൽ കൂടെ പാസ് ചെയ്യണം. ഇപ്പൊ നോക്കിക്കേ കണ്ടീഷൻ. ഇനി ഒന്ന് നോക്കിക്കേ. മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ റിംഗ് about an axis passing through the center. ഈ പെന്നാണ് ആക്സിസ് എന്ന് വിചാരിക്കുക. ഈ ആക്സിസ് എവിടെ കൂടെ പാസ് ചെയ്യുന്നത്? സെന്ററിൽ കൂടെ പാസ് ചെയ്യുന്നു. ആൻഡ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് പ്ലെയിൻ. പ്ലെയിൻ ഇതാണെങ്കിൽ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടല്ലേ ഈ പെന്ന് നിൽക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ കണ്ടീഷൻ. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് എന്താ? ഈ റിംഗിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഇതൊക്കെ മനസ്സിൽ വന്നോട്ടാ എക്സാമിന് എഴുതുമ്പോൾ. അതുകൊണ്ടാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കണ്ടീഷൻ കിട്ടിയാ ഇത് നോക്കി കാണാതെ പഠിക്കണ്ട. ജസ്റ്റ് ഇത് വെച്ചൊന്ന് പറഞ്ഞേ. മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ റിംഗ് about an axis passing through the center and perpendicular to its plane. ഇതാണ് ഞാൻ ജസ്റ്റ് റഫ് ആയിട്ട് വരച്ചു വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ റിംഗ് എന്ന് പറയുന്നത് ഒരു റിജിഡ് ബോഡി അല്ലേ? ഇതിപ്പോ പേപ്പറാണ്. ഓക്കെ, എന്നാലും റിംഗ് സാധാരണ നമ്മൾ പറയുമ്പോൾ ഒരു റിജിഡ് ബോഡി അല്ലേ? അപ്പൊ ആ റിംഗ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കുറെ പാർട്ടിക്കിൾസ് കൊണ്ടാണ് എന്തുണ്ടാക്കിയിരിക്കുന്നത്? റിംഗ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഇതിൽ കുറെ പാർട്ടിക്കിൾസ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇതിന്റെ റേഡിയസ് ഞാൻ 6 ആയിട്ട് എടുത്ത്. അപ്പോൾ സെന്ററിൽ നിന്ന് ഇതിലേക്കുള്ള റേഡിയസ് 6 ആയിട്ട് എടുത്ത്. ഇനി ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത്, ഇതിന്റെ റിംഗിന്റെ ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയായിട്ട് എടുക്കാം? സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ. സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ എന്താ? 2πr. അപ്പൊ ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്ന സർക്കംഫറൻസ് ആണ് 2πr. ഓക്കെ, ഇനി ഈ റിംഗിന്റെ ടോട്ടൽ. അപ്പൊ കുറെ പാർട്ടിക്കിൾസ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഞാൻ പറഞ്ഞു, റിജിഡ് ബോഡി. അപ്പൊ നമുക്ക് കുറെ പാർട്ടിക്കിൾസ് ഉണ്ട്. m1 പ്ലസ് m2 പ്ലസ് m3 അപ് ടു mn. ഇതിനെ നമുക്ക് കോമൺ ആയിട്ട് എങ്ങനെ എടുക്കാം? മാസ് ഓഫ് ദ പാർട്ടിക്കിൾ m ആയിട്ട് എടുത്ത്. ഇക്വേഷൻ പറയാനാണെങ്കിൽ മാസ് ഓഫ് ദ പാർട്ടിക്കിൾ m, ഇത് ഈ ഒരു റിംഗിന്റെ സർക്കംഫറൻസ് അല്ലെങ്കിൽ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 2πr. അപ്പൊ മാസ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയുന്നത്, മാസ് പെർ യൂണിറ്റ് ലെങ്ത് നമുക്ക് എങ്ങനെ എഴുതാം? ലെങ്ത് 2πr. ഇനി മാസ് പെർ യൂണിറ്റ് ലെങ്ത്, മാസ് പെർ യൂണിറ്റ് ലെങ്ത് എങ്ങനെ എഴുതാം? മാസ് എന്താ? m, ലെങ്ത് എന്താ? 2πr ഇൻറ്റു dx. dx എന്താ എടുത്തിരിക്കുന്നതെന്ന് മനസ്സിലായ? അതായത് ഒരു പാർട്ടിക്കിളിന്റെ m എന്ന് നമ്മൾ കോമൺ ആയിട്ട് ഇട്ടിരിക്കുന്നു എന്നേ ഉള്ളൂ. m എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ മാസ് ഓഫ് ദ പാർട്ടിക്കിൾ ആണ് m എന്ന് പറഞ്ഞേക്കുന്നത്. ഈ റിജിഡ് ബോഡിയുടെ മാസ് ആണ് നമ്മൾ ക്യാപിറ്റൽ M ആയിട്ട് എടുത്തിരിക്കുന്നത്. ക്യാപിറ്റൽ M എന്ന് പറഞ്ഞാൽ m1 പ്ലസ് m2 പ്ലസ് m3 പ്ലസ് mn. അപ്പൊ dx എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഒരു പാർട്ടിക്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ് നമ്മളിപ്പോ ഫസ്റ്റ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഇപ്പൊ എഴുതി വെച്ചേക്കുന്നത് എന്താ? മാസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് എഴുതി വെച്ചേക്കുന്നത്. ഓരോ യൂണിറ്റ് ലെങ്ത്തിലുള്ള മാസ് ആണ് എഴുതി വെച്ചേക്കുന്നത്. ഇനി മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ ഇക്വേഷൻ എന്താ നമ്മൾ പഠിച്ചേ? I equal to mr square, മൊമെന്റ് ഓഫ് ഇനേർഷ്യ. അപ്പൊ ഓരോ പാർട്ടിക്കിളിന്റെയും ഒരു പാർട്ടിക്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഇപ്പൊ ഞാൻ എഴുതാൻ പോകുന്ന മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ പാർട്ടിക്കിൾ I equal to mr square. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, നമ്മുടെ എമ്മിന്റെ വാല്യൂ എത്രയാ? റിംഗ് ആയതുകൊണ്ട് നമ്മൾ എടുത്തിരിക്കുന്ന മാസ് പെർ യൂണിറ്റ് ലെങ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ m/2πr ഇൻറ്റു dx ഇൻറ്റു r സ്ക്വയർ. ഓക്കെ, r സ്ക്വയർ എങ്ങനെ വന്നൊന്നും മനസ്സിലായല്ലോ. ഇത് m ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദിസ് ഇസ് r സ്ക്വയർ.
ഓക്കെ, ഇനി ക്യാൻസൽ ചെയ്യാൻ പോണല്ലേ. ഇതിപ്പോ ഒരു പാർട്ടിക്കിളുടെ, ഇത് സിമ്പിൾ ആയിട്ട് വേറൊരു മെത്തേഡ് ഉണ്ട്, ടെക്സ്റ്റിൽ പറഞ്ഞേക്കുന്നോണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളു. രണ്ടും പഠിച്ചു വെക്കാം. സിമ്പിൾ പറഞ്ഞു തരാം, എന്നാലും ഇത് പഠിക്കണം. നമുക്ക് എക്സാമിന് ഇപ്പൊ 2 മാർക്ക് ഓർ 3 മാർക്കിനാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് എല്ലാം എഴുതണം. അല്ലെങ്കിൽ ജസ്റ്റ് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ റിംഗ് അബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ദ സെന്റർ, അത് മാത്രമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ മാത്രം മതി. പൊതുവെ ഇക്വേഷൻ മാത്രമാണ് ചോദിക്കാറ്, ഇനി പറയാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇത് പഠിപ്പിക്കുന്നത്. ഒരു 2 മാർക്ക് ഓർ 3 മാർക്കിന് വന്നിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് എല്ലാം എഴുതേണ്ടി വരും, അല്ലെങ്കിൽ ആ ഇക്വേഷൻ മാത്രം മതി. ഓക്കെ, ജസ്റ്റ് ഫിഗർ ഒന്ന് വരച്ച്. ഫിഗർ ഞാൻ എക്സ്പ്ലനേഷൻ ഡീറ്റെയിൽ ആയിട്ട് നോട്ട് പറയണം. നീ എപ്പോഴും വേണ്ടെന്നല്ലേ പറയുള്ളൂ. ഓക്കെ, പറഞ്ഞോട്ടെ. എഴുതിക്കോ. കൺസിഡേർഡ് അല്ല, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് മാത്രമേ പറയുന്നുള്ളൂ. കൺസിഡേർഡ് എ തിൻ യൂണിഫോം റിംഗ്, ഞാൻ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട് എഴുതി വെച്ചാൽ ഇതെല്ലാം പകർത്തി വെക്കല്ലേ. കൺസിഡേർഡ് എ തിൻ യൂണിഫോം റിംഗ് ഓഫ് റേഡിയസ് ആർ. മനസ്സിലായല്ല എന്താ ഉദ്ദേശിക്കുന്നത്? ഇതിന്റെ റേഡിയസ് സെന്ററിൽ നിന്ന് ഇതിലേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ റേഡിയസ് ആർ ആയിട്ട് എടുത്തു. റേഡിയസ് ആർ ആൻഡ് മാസ് ഓഫ് ദ പാർട്ടിക്കിൾ, മാസ് ഓഫ് ദ ബോഡി ക്യാപിറ്റൽ എം, മാസ് ഓഫ് ദ ബോഡി ക്യാപിറ്റൽ എം. കൺസിഡേർഡ് എ തിൻ uniform ring, consider a thin uniform ring of radius r and m be the mass of the particle, capital M be the mass of the rigid body, capital M be the mass of the rigid body. അപ്പോൾ ഈ m എങ്ങനെയാ വന്നതെന്നൊരു ബോധം ഉണ്ടായിരിക്കണം. m എന്ന് പറയുമ്പോൾ റിജിഡ് ബോഡി ആണ്. റിജിഡ് ബോഡി, അപ്പോൾ ഈ ഒരു റിജിഡ് ബോഡിയിലെ പാർട്ടിക്കിൾസ്, കുറേ പാർട്ടിക്കിൾസ് ഇല്ലേ ഇതിൽ, അപ്പോൾ ഓരോ പാർട്ടിക്കിൾസും ജോയിൻ ചെയ്തിട്ടാണ് ഈ റിജിഡ് ബോഡി ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ക്യാമറ എല്ലാം ഓഫ് ആയിട്ടാ. ഓക്കെ, അപ്പൊ ഇതിലെ ഓരോ പാർട്ടിക്കിൾസിന്റെ മാസ് എങ്ങനെയായിട്ട് എടുക്കാം നമുക്കിപ്പോ നോക്കാം. ഇതിൽ കുറെ പാർട്ടിക്കിൾസ് ഉണ്ട്. ഈ കുറെ പാർട്ടിക്കിൾസ് ജോയിൻ ചെയ്താണ് ഈ റിജിഡ് ബോഡി ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഓരോ പാർട്ടിക്കിൾസിന്റെ മാസ് എന്ന് പറയുന്നത് ഇവിടെ ഒരു പാർട്ടിക്കിൾസ് ഉണ്ട്, അതിന്റെ മാസ് m1, അടുത്ത പാർട്ടിക്കിളിന്റെ മാസ് m2, അടുത്ത പാർട്ടിക്കിളിന്റെ മാസ് m3, അങ്ങനെ കുറെ പാർട്ടിക്കിൾസ് ഉണ്ട്. ഇത് ജോയിൻ ചെയ്തിട്ടാണ് ഒരു റിജിഡ് ബോഡി ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ടോട്ടൽ മാസ് ഓഫ് ദ പാർട്ടിക്കിൾ അല്ലെങ്കിൽ ടോട്ടൽ മാസ് ഓഫ് ദ റിജിഡ് ബോഡിയാണ് നമ്മൾ എന്തായിട്ട് എടുത്തിരിക്കുന്നത്? ക്യാപിറ്റൽ M ആയിട്ട് എടുത്തിരിക്കുന്നത്. മനസ്സിലായോ? ഇനി ലെങ്ത് ഓഫ് ദ റിംഗ്, ഈ റിംഗിന്റെ ലെങ്ത് എന്ന് പറയുന്ന റിംഗ് എന്ത് ഷേപ്പാ? സർക്കുലർ ഷേപ്പാ. അപ്പൊ റിംഗിന്റെ ലെങ്ത് ഓഫ് ദ റിംഗ് എങ്ങനെ എടുക്കാം? 2πr. ഇനി അടുത്തത് മാസ് പെർ യൂണിറ്റ് ലെങ്ത്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് കിട്ടിയല്ല, മാസ് എന്താ? m1 + m2 + m3 അപ് ടു mn എന്തായിട്ട് എടുക്കുക? ക്യാപിറ്റൽ M ആയിട്ട് എടുക്കുക. പിന്നെ ലെങ്ത് ഓഫ് ദ റിംഗ് എന്ന് പറയുന്നത് എന്താ? 2πr. നമ്മൾ എന്താ കണ്ടുപിടിക്കാൻ പോകുന്നത്? മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ റിംഗ് കണ്ടുപിടിക്കാൻ പോകുന്നത് അബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ദ സെന്റർ. ഇപ്പൊ നമുക്ക് സെന്ററിൽ കൂടെ മാത്രം പാസ് ചെയ്യുന്നതേ ഉള്ളൂ. ഇനി ടാൻജന്റിൽ കൂടെ പാസ് ചെയ്യണ വരും, ഡയമീറ്ററിൽ കൂടെ പാസ് ചെയ്യണത് വരും. അതുകൊണ്ടാണ് പറയുന്നത് ഓരോന്നും പഠിച്ചു തന്നെ പോവാ. ഓക്കെ, അപ്പൊ എന്താ പറയാ? ഈ ചാപ്റ്ററിൽ തന്നെ ഉള്ളതാ. ഇപ്പൊ ഇക്വേഷൻ മാത്രം പഠിക്കണ്ടെന്നാ പറഞ്ഞേക്കുന്നത് ഡെറിവേഷൻ. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ ജസ്റ്റ് ശ്രദ്ധിച്ചു. അപ്പൊ നമുക്ക് ലെങ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി മാസ് പെർ യൂണിറ്റ് ലെങ്ത്. മാസ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയുമ്പോൾ കുറേ ശ്രദ്ധിക്ക. മാസ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതാം? മാസ് പെർ യൂണിറ്റ് ലെങ്ത് m/2πr × dx. ആ dx എടുത്തേക്കുന്നത് എന്താന്ന് മനസ്സിലായില്ല. നമ്മുടെ m എന്ന് പറയുന്നത് കുറെ പാർട്ടിക്കിൾസിന്റെ മാസ് വരുന്നുണ്ട്. ടോട്ടൽ m എന്ന് പറയുന്നത് മാസ് ഓഫ് ദ റിജിഡ് ബോഡി. അപ്പൊ മാസ് പെർ യൂണിറ്റ് ലെങ്ത് m/2πr × dx. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? മൊമെന്റ് ഓഫ് ഇനർഷ്യ. മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ ഇക്വേഷൻ എന്താ? ജനറൽ ഇക്വേഷൻ മൊമെന്റ് ഓഫ് ഇനർഷ്യ I = mr². നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് റിംഗിന്റെ സെന്ററിൽ കൂടെ ആക്സിസ് പാസ് ചെയ്യുന്നു, അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ. അപ്പൊ I = mr². I = mന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. m/2πr × dx × r². r കട്ട് ചെയ്യുക. അപ്പൊ I = എന്തേ പറഞ്ഞു? ഒരൊറ്റ പാർട്ടിക്കിൾ. അപ്പൊ നമുക്ക് ഇനി ടോട്ടൽ പാർട്ടിക്കിൾ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? അടുത്ത സ്റ്റെപ്പിലേക്ക് വരിക.
ഇപ്പൊ 10 കിലോ എന്ന് വെച്ചിട്ട് ഇപ്പൊ ഈ ഒരു ഇത് റിജിഡ് ബോഡി, ഓക്കെ ഫൈൻ. ഈ ഒരു റിജിഡ് ബോഡി ഇതിൽ ഉണ്ടാക്കിയിരിക്കുന്ന പാർട്ടിക്കിൾസ് എല്ലാം എങ്ങനെയായിരിക്കും? ഒരേപോലത്തെ പാർട്ടിക്കിൾസ് വെച്ചിട്ടായിരിക്കും ഇത് കമ്പോസ് ചെയ്തേക്കുന്നത്. മാസ് ഇപ്പോ നമ്മൾ സെയിം ആയിട്ട് എടുത്തേക്കുന്നത്. ഞാൻ ഈ പറയുന്ന ഒരു കൺസെപ്റ്റ് വെച്ചാൽ പറയുന്നത് ഇപ്പൊ ഇതിലുള്ള പാർട്ടിക്കിൾസിന്റെ എല്ലാം മാസ് സെയിം ആയിരിക്കും. ആ ഒരു ഇതിൽ നിന്ന് എടുക്കാം. അപ്പൊ നോക്കിക്കേ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? I is equal to mr divided by 2π into dx. ഓക്കെ, ഇതിപ്പോ dx എന്ന് എഴുതിയേക്കുന്നു. ഇത് ആരുടെ മാത്രം നമ്മളിപ്പോ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്? ഒരു പാർട്ടിക്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. ഇനി നമുക്കപ്പോ എത്ര പാർട്ടിക്കിൾസിനെ കാണണം? ഈ റിങ്ങിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എങ്ങനെയാ? ഇപ്പൊ ഇവിടം തൊട്ട് ഇവിടെ വരെ ഉണ്ട് റിങ്. ആ ഒരു യൂണിറ്റ് ലെങ്തിലുള്ള പാർട്ടിക്കിളിന്റെ ആണ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത് I is equal to mr by 2π into dx. ഇനി ഫുൾ ലെങ്ത് എന്ന് പറയുമ്പോൾ എവിടെ തൊട്ട് എവിടെ വരെ വരും? ഈ ഫുൾ ലെങ്ത്, റിങ്ങിന്റെ ഫുൾ ലെങ്ത്തിൽ പാർട്ടിക്കിൾസ് ഉണ്ടല്ലോ. ഓക്കെ, അപ്പൊ എവിടെ തൊട്ട് എവിടെ വരെ ഉള്ളത് കണ്ടുപിടിക്കേണ്ടി വരും. ഇനി ലെങ്ത് എന്താ? റിങ്ങിന്റെ ലെങ്ത് എന്താ? 2πr. അപ്പൊ 0 തൊട്ട് എവിടെ വരെ ഉള്ളത് കണ്ടുപിടിക്കണം? 2πr വരെ ഉള്ളത് കണ്ടുപിടിക്കണം. ഒരു പാർട്ടിക്കിളിന്റെ ആണ് ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ഫുൾ പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഫുൾ റിജിഡ് ബോഡിയുടെ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് കാൽക്കുലേഷൻ ആയിരിക്കും ചെയ്യുക? ഇന്റഗ്രേഷൻ. ഓക്കെ, അപ്പൊ ഇനി എന്ത് ചെയ്യാ? ഇത്ര എഴുതിയാ ഇല്ല, അങ്ങനെ വേഗം എടുക്കോ. ഏതാ? ഇനി അടുത്തത് എഴുതിക്കോ. m വരെ എത്തി. ഇനി അടുത്തത് the length of the ring. Length of the ring equal to 2πr. അവിടെ നിന്ന് എഴുതിയാൽ മതി. Length of the ring equal to 2πr. Mass per unit length. അടുത്തത് mass per unit length. എന്തോ ഇന്റഗ്രേഷൻ ചെയ്യുന്ന ഞാൻ പറഞ്ഞില്ല. അതായത് ഒരു യൂണിറ്റ് ലെങ്തിലുള്ള ഒരു പാർട്ടിക്കിളിന്റെ ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. ആ ഒരു യൂണിറ്റ് ലെങ്തിലുള്ള പാർട്ടിക്കിൾ. ഇനി ഈ പാർട്ടിക്കിൾ മാത്രമല്ല, ഇതിൽ കുറേ പാർട്ടിക്കിൾസ് ഇല്ലേ. അപ്പൊ എല്ലാത്തിന്റെയും കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോന്നിന്റെയും കണ്ടുപിടിച്ച് ഇങ്ങനെ ആഡ് ചെയ്ത് പോകാൻ പറ്റത്തില്ലല്ലോ. പകരം നമ്മൾ ചെയ്യുന്ന പ്രോസസ്സാണ് ഇന്റഗ്രേഷൻ. അധികം തമ്മിൽ കണക്ട് ചെയ്യല്ലേ? അത് ഞാൻ അതിൽ പറഞ്ഞതാ. ആ ഒരു കൺസെപ്റ്റ് ഇതിൽ കൊണ്ടുവന്ന് യൂസ് ചെയ്യല്ലേ. കഴിഞ്ഞ ഇന്റഗ്രേഷന്റെ യൂസ് എന്ന് പറയുന്നത് ഇതാ. ഇപ്പൊ നമ്മള് വേരിയബിൾ ഫോഴ്സ് ഒക്കെ പഠിച്ചപ്പോഴത്തേക്ക് വർക്ക് ഡൺ കണ്ടില്ലേ? വർക്ക് ഡൺ ഒക്കെ കണ്ടുപിടിക്കുമ്പോഴത്തേക്കും ഇപ്പൊ ഇവിടം തൊട്ട് ഇവിടെ വരെയുള്ളത് കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ ഇവിടത്തെ മാത്രം കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കണ്ട വേരിയബിൾ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഓരോ സ്ഥലത്തും ഡിസ്റ്റൻസ് ഇങ്ങനെ വേരി ചെയ്തോണ്ടിരിക്കും, അല്ലെങ്കിൽ ഫോഴ്സ് ഇങ്ങനെ വേരി ചെയ്തോണ്ടിരിക്കും. സമ്മേഷൻ ഞാൻ ആഡ് ചെയ്ത് പോവാ. ഒറ്റ സ്റ്റെപ്പിൽ പറയണതാണ് ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞത്. ഏകദേശം കഴിഞ്ഞ. ഓക്കെ, വേഗം എഴുത്. ഇവിടെ വരട്ടെ. എന്തോ പറഞ്ഞോ? ഓ, പറഞ്ഞാ നന്നായി ഒരാളെങ്കിലും. മുഖത്ത് വെളിച്ചം എനിക്കറിയില്ല. വരുമ്പോ ഇല്ല, വേണ്ട. അതെ, എത്ര? 500. എന്നാ ശരി, 250. സോറി, പകുതി കാശ് വേണ്ട. 100 രൂപ. ഓക്കെ, കഴിയുമ്പോ ഒന്ന് വിമലേ സംസാരിക്കല്ലേ? അപ്പൊ നമുക്ക് ഇനി ഫുൾ റിങ്ങിലുള്ള എന്ത് കണ്ടുപിടിക്കണം? മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? ഇന്റഗ്രേറ്റ് ചെയ്യാം. I is equal to, അപ്പൊ ഞാൻ ഇത് ഒരു പാർട്ടിക്കിളിന്റെ ആയതുകൊണ്ട് ഞാൻ ഇതിനെ di എന്ന് എടുക്കണേണ്. di is equal to mr divided by 2π into dx. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്യുന്ന എന്തിനു വേണ്ടിയാ?
ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ കിട്ടാൻ വേണ്ടി. ഇന്റഗ്രേറ്റിംഗ് ഫ്രം 0 to 2πr mr by 2π dx. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് എന്ത് ചെയ്യാം, കോൺസ്റ്റന്റ് ആക്കി മാറ്റാം. I is equal to mr divided by 2π integral of dx from 0 to 2πr. ഓക്കെ, ഇനി എന്ത് ചെയ്യാ, I is equal to mr divided by 2π ഇന്റഗ്രൽ ഓഫ് dx. എന്താ, വേറെ ഒന്നും ചെയ്തിട്ടില്ല, അതെ നോക്കിക്കേ, ഇന്റഗ്രേറ്റ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. di നമുക്ക് തന്നിട്ടുണ്ട്. ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എവിടെ തൊട്ട് എവിടെ വരെയാ, റിങ്ങിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 2πr. അപ്പൊ ഫ്രം 0 to 2πr ചെയ്യാം. അതിൽ mr by 2π മാസ് കോൺസ്റ്റന്റ്, റേഡിയസ് കോൺസ്റ്റന്റ്, അതുപോലെ അതെല്ലാം നമ്മൾ ഔട്ട്സൈഡ് എടുത്ത്. ബാക്കിയുള്ളത് എന്താ ഉള്ളത് ഇവിടെ, m എന്ന് പറഞ്ഞാൽ എന്താ, മാസ് അല്ലേ, മാസ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഔട്ട്സൈഡ് എടുത്തു. പിന്നെ റേഡിയസും എന്ത് തന്നെ ആയിരിക്കും, സെയിം തന്നെ ആയതുകൊണ്ട് അതിനെ ഔട്ട്സൈഡ് എടുത്ത്. 2π ഔട്ട്സൈഡ് എടുത്ത്. ബാക്കിയുള്ള എന്താ ഉള്ളത്, dx ആ. അപ്പൊ dx എന്ത് ചെയ്യാം, 2πയുടെ വാല്യൂ ചേഞ്ച് ചെയ്യത്തില്ലല്ലോ, അപ്പൊ അത് കോൺസ്റ്റന്റ് അങ്ങോട്ട് പുറത്തേക്ക് ഇറക്കുക. ഇനി dx, ഇന്റഗ്രൽ ഓഫ് dx ആണ് നമുക്ക് ചെയ്യേണ്ടത്. ഇന്റഗ്രൽ ഓഫ് dx എന്ന് പറഞ്ഞാൽ എന്താ, ഇന്റഗ്രൽ ഓഫ് dx കോൺസ്റ്റന്റ് തന്നേക്കുന്നത്. അപ്പൊ dx എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഡിഫറൻസിയേഷന്റെ കേസിലാണെങ്കിൽ എന്താവും, അത് 0 ആകും. അപ്പൊ ഇന്റഗ്രേഷന്റെ കേസിൽ അത് എന്താവും, dx ആണെങ്കിൽ എന്താവും, അവിടെ x ആവും. ഓക്കെ, dt ആണെങ്കിൽ അവിടെ എന്താവും, ഇന്റഗ്രൽ ഓഫ് dt എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെടുക്കുക, t. ഇന്റഗ്രൽ ഓഫ് dx എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവും, x. ഇന്റഗ്രൽ ഓഫ് dy എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവും, y. ഓക്കെ, അപ്പൊ ഇന്റഗ്രൽ ഓഫ് dx എന്ന് പറഞ്ഞാൽ x. ഇനി നമുക്ക് എന്ത് കൊടുക്കുക, എക്സിന് ലിമിറ്റ് കൊടുക്കുക ഫ്രം 0 to 2πr. ഇനി എന്താ ചെയ്യാ, ആദ്യം ഏത് ലിമിറ്റാ കൊടുക്കുക, I ഈക്വൽ ടു ഓക്കെ, I ഈക്വൽ ടു mr by 2π. ഫസ്റ്റ് എക്സിന് ഏത് ലിമിറ്റാ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണ്ടേ, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് അല്ലേ. അപ്പൊ എക്സിന്റെ ഇവിടെ വരെ കിട്ടിയാ. ഇനി എന്താ ചെയ്യാ, എക്സിന്റെ പ്ലേസിൽ ഇന്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്യണേ എന്താ, ലിമിറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പൊ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആണ് ചെയ്യുക. അപ്പൊ എക്സിന്റെ പ്ലേസിൽ ഫസ്റ്റ് എന്തിട്ട് കൊടുക്കുക, അപ്പർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ 2πr മൈനസ് പിന്നെ എന്ത് ചെയ്യുക, എക്സിന്റെ പ്ലേസിൽ ലോവർ ലിമിറ്റ് ഇട്ട് കൊടുക്കുക. അത് 0 ആയി. അപ്പൊ ബാക്കി ഇവിടെ എന്താ ഉള്ളത്, 2π ക്യാൻസൽ ആയിട്ടുണ്ടെങ്കിൽ I is equal to mr². ഇതാണ് മെയിൻ ആയിട്ട് പഠിച്ചു വെക്കേണ്ടത്. ഈ കഥ ഫുള്ള് പറഞ്ഞില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇത് അറിഞ്ഞിരിക്കാം. I is equal to മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ ഇക്വേഷൻ തന്നെയായിരിക്കും റിങ്ങിന്റെ സെന്ററിൽ കൂടെ ആക്സിസ് പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടാൻ പോകുന്നത്. അതിൽ തന്നെ എത്തും. ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. I ഈക്വൽ ടു mr² എന്ന് പഠിച്ചാൽ മതി. എങ്ങാനും 2 മാർക്കിനെ വല്ലതും ചോദിക്കുന്നുണ്ടെങ്കിൽ ആ ഇക്വേഷൻ മാത്രം മതിയില്ലല്ലോ, അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞതാ. എഴുതിയെടുത്തു, I is equal to mr². അല്ല, നമ്മളിപ്പോ എങ്ങനെയാ വന്നതെന്നൊന്നും അറിയണ്ടേ, അല്ലാതെ ജസ്റ്റ് ഞാൻ ഇപ്പൊ പറയാം, മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ റിംഗ് അബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ദ സെന്റർ, I is equal to mr². അത് എങ്ങനെ കിട്ടിയെന്ന് നമുക്ക് അറിയണ്ടേ, അറിയണ്ട. വെരി ഗുഡ്. അല്ല, അറ്റ്ലീസ്റ്റ് ഇപ്പൊ ഒരാൾക്കെങ്കിലും ഒരു ഇതുണ്ടാവുമല്ലോ, ഇത് എങ്ങനെയാ വന്നതെന്ന്. ഒരു താല്പര്യമില്ലെന്നല്ലേ. പിന്നെ ഞങ്ങൾ പഠിച്ചു റൊട്ടേഷൻ ഓക്കെ. അപ്പൊ റിങ്ങിൽ കൂടെ ഒരു ആക്സിസ് പാസ് ചെയ്യുക വിചാരിക്കുക. സെന്ററിൽ കൂടെ ഒരു ആക്സിസ് പാസ് ചെയ്യുന്നു. അപ്പൊ റിങ്ങിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്താ വരിക, I ഈക്വൽ ടു mr². മനസ്സിലായ? റിങ്ങിന്റെ സെന്ററിൽ കൂടെ എന്ത് പാസ് ചെയ്യുന്നു, ആക്സിസ് പാസ് ചെയ്യുന്നു. കിട്ടാൻ വേണ്ടി ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയണത്. ആ ഹെഡിങ് ഒന്ന് മനസ്സിലേക്ക് കയറ്റുക. മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ റിംഗ് അബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ദ സെന്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് പ്ലെയിൻ, I is equal to mr². മറന്നു പോയത് ഞാൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അടുത്ത ക്ലാസ്സിൽ ഇതായിരിക്കും ചോദിക്കുന്നത്. പിന്നെ നമ്മുടെ പെർപെൻഡിക്കുലർ ആക്സിസും അതുപോലെ പാരലൽ ആക്സിസ് തിയറം പഠിച്ചോളാം. എന്തോ ഒറ്റ പാർട്ടികളുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ് ഈ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്. അതാ പറഞ്ഞത്, ഇവർക്കിപ്പോ വരില്ല എന്ന് പറയുന്നു. പക്ഷെ ടോപ്പിക്കിലുള്ള അതുകൊണ്ട് ഞാൻ എടുത്തു പോകുന്നത്. വരുവാണെങ്കിൽ അത് എഴുതേണ്ടി വരും, അല്ലെങ്കിൽ ഡയറക്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ അത് പറയാൻ വേണ്ടി പോകേണ്ടി വരും. ഇതിന്റെ കൂടെ പറയണല്ലോ നല്ലത്.
ഈസി മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഈസി മെത്തേഡ് എന്ന് പറയാൻ വേണ്ടി ആലോചിച്ച് വെക്കാൻ വേണ്ടി കണക്ട് ചെയ്യുക. റിങ്ങിന്റെ കേസ് പറയുമ്പോൾ റിങ്ങിന് മാസും ഉണ്ട് റേഡിയസും ഉണ്ട്. അല്ലെങ്കിൽ മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ ഇക്വേഷൻ ഡയറക്റ്റ് പഠിച്ചു വെച്ചാലും മതി. കഴിഞ്ഞാ? ഓക്കെ, അടുത്തത് എഴുതിക്കോ. മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ റിംഗ് അബൌട്ട് എനി ഡയമീറ്റർ അത്രേ വരുള്ളൂ. പക്ഷെ വരുന്നത് നമ്മൾ പറയണം. മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ റിംഗ് അബൌട്ട് എനി ഡയമീറ്റർ. ഓക്കെ, അപ്പൊ ഇനി ശ്രദ്ധിക്കുക. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ റിംഗ് അബൌട്ട് എനി ഡയമീറ്റർ ആണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇനി ഡയമീറ്റർ നമ്മൾ കൺസിഡർ ചെയ്യാം. അപ്പൊ ഞാൻ ഇവിടെ 2 ഡയമീറ്റർ കൺസിഡർ ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണ്ടത് എന്താ? മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ റിംഗ് അബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ദ സെന്റർ. ഇക്വേഷൻ എന്താ വിസ്മയ? നോക്കണേ, എന്തിനാ ഇപ്പൊ പഠിച്ചത്? I is equal to mr². നീ ഇപ്പൊ അടുത്ത പഠിക്കാൻ പോകുന്നത് എന്താ? മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ റിംഗ് അബൌട്ട് എനി ഡയമീറ്റർ. ഇത് പ്രോബ്ലം വന്നോണ്ടിരിക്കും കേട്ടോ. ഇതിൽ നിന്നായിരിക്കും പ്രോബ്ലം വരിക. ഓക്കെ, അപ്പൊ ഇനി ശ്രദ്ധിക്കുക. ഇതാണ് റിംഗ് എന്ന് വിചാരിക്കുക. ഇതിന് നമ്മൾ 2 ഡയമീറ്റർ വരച്ച് കാണിച്ചിട്ടുണ്ട്. x(x) എന്ന് പറയുന്ന ഡയമീറ്ററും ഉണ്ട്, അതുപോലെ തന്നെ y(y) എന്ന് പറയുന്ന ഡയമീറ്ററും ഉണ്ട്. അപ്പൊ ഈ ഡയമീറ്ററിൽ കൂടെ പാസ് ചെയ്യുമ്പോഴത്തേക്കും ഉള്ള എന്താ കണ്ടുപിടിക്കേണ്ടത്? മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ റിംഗ് അബൌട്ട് എനി ഡയമീറ്റർ. ഡയമീറ്ററിന്റെ കേസിലുള്ളതാ കണ്ടുപിടിക്കേണ്ടത്. പാർട്ടിക്കിളോ? ഞാൻ ഇപ്പൊ റിജിഡ് ബോഡിയുടെ കാര്യം പറയുന്നത്. അത് ഫസ്റ്റ് കൺസെപ്റ്റിൽ മതിയായിരുന്നു. അത് മതി, അത്രയും മതി. ഓക്കെ, അപ്പൊ ഡയമീറ്റർ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഈ ഡയമീറ്ററിന്റെ ഇക്വേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി ഏതാണ്? അതിവിടെ ഉണ്ടെന്ന് നീ അങ്ങ് ഇമാജിൻ ചെയ്തോ? അല്ല, ഞാൻ അത്യാവശ്യമൊക്കെ വരക്കണില്ലേടാ. വരക്കണ്ടായിരുന്നു, മര്യാദ കുറച്ച്. ഓക്കെ, ഇനി നോക്ക, ശ്രദ്ധിച്ചേ. പറഞ്ഞപ്പോ ശരിയാവണില്ല. ഇതാണ് നമ്മുടെ ആക്സിസ് എന്ന് വിചാരിക്കുക. ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓൾറെഡി പഠിച്ചതാ. എത്രയാ? I equal to mr². നമുക്ക് കണ്ടുപിടിക്കേണ്ട ഡയമീറ്റർ ആണ് z(z) എന്ന് പറയുന്നതാണ് ആക്സിസ് എന്ന് വിചാരിക്കുക. അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ നമുക്കറിയാം mr² ആണ്. ഇനി ശ്രദ്ധിച്ച് കണക്ട് ചെയ്ത് പറയണം. ഇവിടെ 3 ആക്സിസ് വന്നിട്ടുണ്ട്. ആലോചിച്ച് പറയണം. ഞാൻ ചോദിക്കുന്നവർ പറഞ്ഞാൽ മതി. ആലോചിക്കുക. 3 ആക്സിസ് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഇവിടെ 3 ആക്സിസ് വന്നിട്ടുണ്ട്. കണക്ട് ചെയ്യുക. ഇതിന് തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞൊരു കാര്യം, ബുക്ക് മറിച്ച് നോക്കാനല്ല, 3 ആക്സിസ് വന്നിട്ടുണ്ട്. അപ്പൊ ഒരെണ്ണത്തിന്റെ ഇപ്പൊ കണ്ടുപിടിക്കണം. നമുക്ക് ഡയമീറ്ററിന്റെ കണ്ടുപിടിക്കേണ്ടത്, അതിലേക്ക് നമുക്ക് വരാം. ഇപ്പൊ 3 ആക്സിസ് വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ഏത് യൂസ് ചെയ്യാം നമുക്ക് അവിടെ? പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം നമുക്ക് യൂസ് ചെയ്യാം അല്ലെ? അപ്പൊ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം എന്ന് പറയുമ്പോ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം എന്ന് പറഞ്ഞ ജിസേ ഇക്വേഷൻ പറഞ്ഞാൽ മതി. പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം എന്ന് പറയുമ്പോ എന്താ? IZ equal to IX plus IY. വെരി ഗുഡ്. ഇനി അപ്പോ IZZ' equal to IXX plus XX' plus IYY'. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ഇതാണോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ആക്സിസിന്റെ അല്ല കണ്ടുപിടിക്കേണ്ടത്. അക്കോർഡിംഗ് ടു പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം ആണ് നമ്മൾ ഇങ്ങനെ എഴുതിയേക്കുന്നത്. ഓക്കെ, ഇനി IXX' എന്ന് പറഞ്ഞാൽ എന്താ? മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് XX' നമ്മൾ എന്തായിട്ടാ കൺസിഡർ ചെയ്തേക്കുന്നത്? ഡയമീറ്റർ. അപ്പൊ ഇതെന്ന് പറയുന്നത് എന്താ? IXX' എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ ഡയമീറ്റർ. അതിന് ഞാനിപ്പോ ID എന്ന് കൊടുത്തു. പ്ലസ് IYY' എന്ന് പറഞ്ഞാൽ എന്താ തന്നെയാ? ഡയമീറ്റർ തന്നെയാ. അപ്പൊ IZZ' ഈക്വൽ ടു ID പ്ലസ് ID. IZZ' ഈക്വൽ ടു 2ID. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ റിംഗ് അബൌട്ട് എനി ഡയമീറ്റർ. ഡയമീറ്റർ അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ID ഈക്വൽ ടു
I z z dash divided by 2. What is the value of I z z dash? I z z dash എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായിട്ടാണ് കൺസിഡർ ചെയ്തേക്കുന്നത്? ശ്രദ്ധിക്കുക, ഞാൻ ചോദിക്കുന്നവർ പറഞ്ഞാൽ മതി. I z z dash എന്ന് പറഞ്ഞാൽ എന്തായിട്ടാണ് കൺസിഡർ ചെയ്ത് വെച്ചേക്കുന്നത്? ആക്സിസ് ആണ്. അപ്പൊ അതിന്റെ വാല്യൂ എത്ര? ആക്സിനെ നമ്മളിപ്പോ പഠിച്ചതല്ലേ ഉള്ളു. ആക്സിസിന്റെ നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചതല്ലേ? എന്താ പഠിച്ച? mr². അപ്പൊ ഇക്വേഷൻ എന്ത് വന്നു? mr²/2. ഓക്കെ, വേഗം എഴുതിക്കോ. എഴുതിക്കോട്ടെ, ഞാൻ പറഞ്ഞുതരാം. ലെറ്റ് എക്സ് എക്സ് ഡാഷ്, സ്റ്റേറ്റ്മെന്റ് എഴുതിയിട്ട് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം, അത് കഴിഞ്ഞിട്ട് എഴുതിയാൽ മതി. ലെറ്റ് എക്സ് എക്സ് ഡാഷ് ആൻഡ് വൈ വൈ ഡാഷ്, ലെറ്റ് എക്സ് എക്സ് ഡാഷ് ആൻഡ് വൈ വൈ ഡാഷ് be the two diameters of the ring, be the two diameters of the ring, and z z dash is the axis. Z z dash is the axis. Z z dash is the axis perpendicular to the both diameter. Z z dash is the axis perpendicular to the both diameter. According to perpendicular axis theorem, എക്സാമിന് വരുമ്പോൾ ഈ ഒരു പോയിന്റിൽ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം സ്റ്റേറ്റ് ചെയ്യണം കേട്ടോ. ഇപ്പൊ ഞാൻ രണ്ടാമത് റിപ്പീറ്റ് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ, അവിടെ എഴുതുക അക്കോർഡിംഗ് ടു പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. ഇപ്പൊ ഇത് മാത്രം കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ 3 ആക്സിസ് മാത്രം നമുക്ക് ഉള്ളതെന്ന് വിചാരിക്കുക. പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം വെച്ച് വേണമെങ്കിൽ ബ്രാക്കറ്റിൽ എഴുതി വെച്ചോ, IZ ഈക്വൽ ടു IX പ്ലസ് IY. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡയമീറ്റർ ആണ്. ഇവിടെ 3 ആക്സിസ് വന്നതുകൊണ്ടാണ് ആ തിയറത്തിൽ നിന്ന് കണ്ടുപിടിച്ചത്. ഓക്കെ, അക്കോർഡിംഗ് ടു പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം ബ്രാക്കറ്റിൽ എഴുതിക്കോ IZ ഈക്വൽ ടു IX പ്ലസ് IY. ഉറക്കം വരുന്നുണ്ടോ? ഉറക്കം മാറ്റണം. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാം. വേഗം എഴുതിക്കോ, ഇനി വേഗം എഴുതിക്കോ. എല്ലാവർക്കും കൂടെ ഒരു കാപ്പി ഞാൻ വാങ്ങിച്ചു തരാം. ജിസിന് അത് മതി. പാവം. ഇവിടെ കുറച്ച് പേരുണ്ട്. 1 2 3 4 5. ഇവിടെ 5 പേരുണ്ട് ഓൺലൈൻ. ഓക്കെ, വേഗം എഴുത്. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഈ ചാപ്റ്ററിൽ പഠിച്ച ഇക്വേഷൻ എല്ലാം ഒന്ന് എഴുതിക്കൊണ്ട് തന്നെ. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഈ ചാപ്റ്ററിൽ പഠിച്ച ഇക്വേഷൻ എല്ലാം ഒരു പേജിൽ എഴുതിക്കൊണ്ട് തന്നെ. ടെസ്റ്റ് ചെയ്യാൻ മറക്കൊന്നുമില്ല. ഓക്കെ, ടെസ്റ്റ് ആണ്. അല്ലായിരിക്കും. പറഞ്ഞോട്ടെ. അടുത്തത് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് റിംഗ്. അടുത്ത കേസ് എഴുതിക്കോ. മൂന്നാമത്തെ കേസ് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് റിംഗ്. അടുത്തത് about any tangent, moment of inertia of ring about the tangent. സൗണ്ട് ഉണ്ടാക്കല്ലേ. എന്തേ ഏത് എഴുതിയില്ലേ? ഞാൻ രണ്ടാമത് എഴുതണമല്ലോ. ഓക്കെ, ശ്രദ്ധിച്ചോ. ഇവിടെ എന്താ പറയുന്നേ? മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ റിംഗ്
എന്താ പറയുന്നത്, എബൌട്ട് എനി ഡയമീറ്റർ. ഡയമീറ്റർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഞാൻ ഇവിടെ എക്സ് എക്സ് ഡാഷ് എന്ന് പറയുന്നതും വൈ വൈ ഡാഷ് എന്ന് പറയുന്നതും ഡയമീറ്റർ ആയിട്ട് ഇമാജിൻ ചെയ്ത്, ഡയമീറ്റർ ആണ് വരച്ചു വെച്ചേക്കുന്നത്. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ട ആ ഡയമീറ്ററിൽ കൂടെ പാസ് ചെയ്യുമ്പോഴുള്ള റിങ്ങിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോ ഈ ഇസഡ് ഇസഡ് ഡാഷ് എന്ന് പറയുന്നത് ആക്സിസ് ആയിട്ടാണ് നമ്മൾ വരച്ചേക്കുന്നത്. അപ്പൊ റിങ്ങിന് ഒരു ആക്സിസ് ഉണ്ടാവും. ഡയമീറ്റർ കൺസിഡർ ചെയ്താലും അതിന് എന്തുണ്ടാവും, ഒരു ആക്സിസ് ഉണ്ടാവും. ആ ആക്സിസ് ആണ് നമ്മൾ വരച്ചു വെച്ചേക്കുന്നത്. അപ്പൊ ആക്സിസ് വരച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ 3 എണ്ണം വന്നിട്ടുണ്ട്. ഇസഡ് വന്നിട്ടുണ്ട്, എക്സ് വന്നിട്ടുണ്ട്, വൈ വന്നിട്ടുണ്ട്. കണക്ട് ചെയ്യാൻ വേണ്ടി ഈ രീതിയിൽ പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിനെ റിലേറ്റ് ചെയ്ത് നമ്മൾ പഠിച്ചതാണ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം പഠിച്ച്. പെർപെൻഡിക്കുലർ മാത്രമല്ല, അടുത്ത കേസിൽ ഇനി പാരലൽ ആയിരിക്കും വരിക. അപ്പൊ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം അനുസരിച്ച് ആ തിയറം ഒന്ന് സ്റ്റേറ്റ് ചെയ്ത് എന്താ പറയുന്നത്, പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം എന്ന് പറയുന്നത് ഇപ്പൊ പഠിച്ചത് മൊമെന്റ് ഓഫ് ഇനർഷ്യ. അപ്പൊ ഇതൊരു പ്ലെയിൻ ആണെന്ന് ഞാൻ പറഞ്ഞു. പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മൾ ഫസ്റ്റ് കേസ് കൺസിഡർ ചെയ്തത്. അപ്പോൾ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം പറയുന്നത് എന്താ, മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ പ്ലെയിൻ ലാമിന എബൌട്ട് എനി ആക്സിസ്. ആക്സിസ് ഈ വരച്ചേക്കുന്ന ആക്സിസ് അല്ലേ, മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ പ്ലെയിൻ ലാമിന എബൌട്ട് എനി ആക്സിസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഈക്വൽ ടു എന്താണെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ ആക്സിസ് കൺസിഡർ ചെയ്യാന്ന് വിചാരിക്കുക. ഇതാണ് ഇതിന്റെ ആക്സിസ്. ശരിച്ച് കൺസിഡർ ചെയ്താലും ആക്സിസ് തന്നെ. ആ ആക്സിസ് ഈ പ്ലെയിനിന് എന്തായിട്ടാ നിൽക്കുന്നത്, പെർപെൻഡിക്കുലർ ആയിട്ടാ നിൽക്കുന്നത്. അപ്പൊ നമുക്ക് അവിടെ ഏത് തിയറം അപ്ലൈ ചെയ്യാം, പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം അപ്ലൈ ചെയ്യാം. ഇനി ആ തിയറം ഒന്ന് ബാക്കി കണ്ടിന്യൂ ചെയ്തേ. പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഈസ് ഈക്വൽ ടു ദ സം ഓഫ് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ടു മ്യൂച്വലി പെർപെൻഡിക്കുലർ ആക്സിസ്. ഓക്കെ, അപ്പൊ ഐ സെഡ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആക്സിസ് ഐ സെഡ് ഈക്വൽ ടു ഐ എക്സ് പ്ലസ് ഐ വൈ. ഓക്കെ, സ്പീഡ് പറഞ്ഞതാ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആക്സിസ്. മിണ്ടാതിരുന്ന കുറെ നേരമായി. ഐ സെഡ് ഈക്വൽ ടു ഐ എക്സ് പ്ലസ് ഐ വൈ. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് എങ്ങനെ എഴുതാം, ഇനി ഇവിടെ ഐ ഇസഡ് ഇസഡ് ഡാഷ് ഈക്വൽ ടു ഐ എക്സ് എക്സ് ഡാഷ് പ്ലസ് ഐ വൈ വൈ ഡാഷ്. ഈ എക്സ് എക്സ് ഡാഷ് എന്ന് പറഞ്ഞാൽ എന്തായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തേക്കുന്നത്, ഡയമീറ്റർ. ഐ ഇസഡ് ഇസഡ് ഡാഷ് ഈക്വൽ ടു ഐ ഡി ഡയമീറ്റർ എന്ന് കൊടുത്തു, പ്ലസ് വൈ വൈ ഡാഷ് എന്ന് പറയുന്നത് ഇത് ഡയമീറ്ററിനെ കാണിക്കാൻ വേണ്ടി ഞാൻ ഡി എന്ന് എടുത്തു എന്നുള്ളൂ. ഇതല്ലേ കണ്ടുപിടിക്കേണ്ടത്. രണ്ട് ഡയമീറ്ററും സെയിം ആയിരിക്കത്തില്ലേ. അപ്പോ ഐ ഡി പ്ലസ് ഐ ഡി, അല്ലെങ്കിൽ വേണമെങ്കിൽ ഐ എക്സ് എക്സ് പ്ലസ് ഐ എക്സ് എക്സ് എന്ന് തന്നെ എഴുതാം. ഡയമീറ്റർ രണ്ടും സെയിം ആയിരിക്കും. അപ്പോൾ ഐ ഇസഡ് ഇസഡ് ഡാഷ് ഈക്വൽ ടു ഐ ഡി പ്ലസ് ഐ ഡി 2id. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ, മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ റിംഗ് എബൌട്ട് എനി ഡയമീറ്റർ. ദാറ്റ് ഇസ് ഐ ഡി ഈക്വൽ ടു ഐ ഇസഡ് ഇസഡ് ഡാഷ് ഡിവൈഡഡ് ബൈ 2. അപ്പൊ എന്ത് കിട്ടി, ഐ ഇസഡ് ഇസഡ് ഡാഷ് എന്ന് പറയുന്നത് എന്താ, ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു. എന്താ, എം ആർ സ്ക്വയർ. അപ്പൊ എം ആർ സ്ക്വയർ ബൈ 2. മനസ്സിലായോ? എഴുതിക്കോ, എഴുതു. അവരൂടെ വരട്ടെ. ചോദിക്കണ്ട, ചോദിക്കണ്ട. ചോദിക്കണ്ട, ഞാൻ വിട്ടോളാം സമയമാകുമ്പോ. ഞാൻ കഴിഞ്ഞ വേദ എഴുതി കഴിഞ്ഞ. അടുത്ത എഴുതിക്കോ, മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ റിംഗ്. ഓക്കെ, അടുത്തത് എഴുതിക്കോ. മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ റിംഗ് about the tangent and parallel to its diameter.
അല്ല തെറ്റല്ല, ഞാൻ പറഞ്ഞതാ, നിങ്ങക്ക് സ്വന്തമായിട്ട് വരക്കാൻ പറ്റുമോ അറിയാൻ വേണ്ടി ചോദിച്ചതാ. അത് ശ്രദ്ധിക്കാത്തവരുണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടി വായിച്ചതാ. ഓക്കെ, അതിന് വരക്കാൻ പറ്റുമോ എന്ന് വരച്ചു വെച്ച്. ഓക്കെ, ഇനിയിപ്പൊ എന്താ പറയുന്നത്? അപ്പൊ നമ്മൾ എന്തൊക്കെ കണ്ടുപിടിച്ച്? ഫസ്റ്റ് വൺ എന്താ കണ്ടുപിടിച്ചേ? മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ റിംഗ് അബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ദ സെന്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് പ്ലെയിൻ. അതിന്റെ ഇക്വേഷൻ എന്താ പഠിച്ചേ? ജിസ് പറയും. ഫസ്റ്റ് ഇക്വേഷൻ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ റിംഗ് ഞാൻ കാണിച്ചു തന്നില്ലേ? അബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ദ സെന്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് പ്ലെയിൻ. അടുത്ത എന്താ പഠിച്ചേ? മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ റിംഗ് അബൌട്ട് എനി ഡയമീറ്റർ. ഇതൊക്കെ പറയാൻ പറ്റുമോ? mr²/2. ഇനി അടുത്ത എന്താ കണ്ടുപിടിക്കാൻ പോകുന്നത്? മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ റിംഗ് അബൌട്ട് ദ ടാൻജന്റ്. അപ്പൊ എന്ത് ചെയ്യാ? ഒരു ടാൻജന്റ് റിംഗ് വരച്ചു, ഒരു ടാൻജന്റിൽ കൂടെ പാസ് ചെയ്യുന്നതാണ് വേണ്ടത്. പക്ഷേ ടാൻജന്റിലുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ ആ ടാൻജന്റ് എങ്ങനെ നിൽക്കണം എന്നാ പറഞ്ഞേക്കുന്നത്? പാരലൽ ടു ഇറ്റ്സ് ഡയമീറ്റർ. ആക്സിസ് ഇവിടെ പറഞ്ഞിട്ടില്ല, ഡയമീറ്ററിന്റെ കേസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നമ്മൾ വരക്കുന്ന ടാൻജന്റ് എങ്ങനെ നിൽക്കണം? ഡയമീറ്ററിന് പാരലൽ ആയിട്ട് നിൽക്കണം. അപ്പൊ എങ്ങനെ വേണേലും വരക്കാം. ഇപ്പൊ ഇവിടെയാണ് ഞാൻ ടാൻജന്റ് വരക്കുന്നതെന്നുണ്ടെങ്കിൽ റിംഗ് ആണെന്നത് മനസ്സിലായിട്ടുണ്ടല്ലോ, ഞാനൊരു സർക്കിൾ മാത്രമേ വരച്ച് കാണിക്കുന്നുള്ളേ. ഓക്കെ, ഇനി ഞാൻ ഇവിടെയാണ് ടാൻജന്റ് വരക്കുന്നതെന്ന് വിചാരിക്കും. ഇതാണ് എന്റെ ടാൻജന്റ് എങ്കിൽ ഡയമീറ്റർ ഞാൻ എങ്ങനെ വരക്കണം? പാരലൽ ആയിട്ടെന്ന് പറയുമ്പോൾ ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഓക്കെ, ഇനി നേരെ തിരിച്ചാണ് ഞാൻ ചെയ്യുന്നതെന്ന് വിചാരിക്കാം. നമ്മൾ പറഞ്ഞേക്കുന്നത് എന്താ? മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ റിംഗ് അബൌട്ട് ദ ടാൻജന്റ്. ടാൻജന്റിലുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, റിംഗിന്റെ ടാൻജന്റ്. അപ്പൊ ഇതാണ് ടാൻജന്റ് എന്ന് വിചാരിക്കുക. ഈ ടാൻജന്റിലുള്ള എന്ത് കണ്ടുപിടിക്കണം? മൊമെന്റ് ഓഫ് ഇനർഷ്യ നമുക്ക് കണ്ടുപിടിക്കണം. ആ ടാൻജന്റ് എന്ന് പറയുന്നത് എങ്ങനെ ഇരിക്കണം? പാരലൽ ടു ഇറ്റ്സ് ഡയമീറ്റർ. റിംഗിന്റെ ഡയമീറ്ററിനെ എങ്ങനെ നിൽക്കണം? പാരലൽ ആയിട്ട് നിൽക്കണം. ഓക്കെ, അപ്പോ ഇവിടെയാണ് ഞാൻ ടാൻജന്റ് വരക്കുന്നതെന്ന് വിചാരിക്കുക. ഇതാണ് എന്റെ ടാൻജന്റ് എങ്കിൽ എങ്ങനെ വരക്കണം? ഡയമീറ്റർ എങ്ങനെയായിരിക്കും നിൽക്കുക? ടാൻജന്റ് എങ്ങനെ നിൽക്കണം എന്നാ പറഞ്ഞേക്കുന്ന? ഡയമീറ്ററിന് പാരലൽ ആയിട്ട് നിൽക്കണം. അപ്പൊ എന്റെ ഡയമീറ്റർ എങ്ങനെ നിൽക്കും? ഇത് നിൽക്കും. ഇതാണ് എന്റെ ടാൻജന്റ് എന്ന് വിചാരിക്കുക. ഇതാണ് എന്റെ ഡയമീറ്റർ. ഇനി ഇത് കണ്ടിട്ട് അക്സക്ക് പറയാൻ പറ്റുമോ എന്താ ഇവിടെ യൂസ് ചെയ്യേണ്ടത്? ഇനി പറയട്ടെ, അക്സ പറയട്ടെ, ആലോചിച്ച് പറഞ്ഞാൽ മതി. ഇത് കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഏതുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നു? പാരലൽ ആക്സിസ് തിയറം അല്ലേ ഇവിടെ വരുന്നത്. ഇനി പാരലൽ ആക്സിസ് തിയറം ഒന്ന് സ്റ്റേറ്റ് ചെയ്തേ. അനല ഒന്ന് സ്റ്റേറ്റ് ചെയ്തേ പാരലൽ ആക്സിസ് തിയറം. എഴുതിയപ്പോ ഞാൻ ചോദിച്ചില്ലല്ലോ? നേരത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോ ഞാൻ ചോദിച്ചായിരുന്ന? വേദനോട് നീയനോട് മാത്രമല്ലേ ചോദിച്ചുള്ളൂ? ഇല്ല. അനല പറഞ്ഞോ? എന്തായാലും ഓൾറെഡി ചോദിച്ചല്ലേ, അപ്പൊ അറിയാൻ പറ്റും. എന്തായാലും പറഞ്ഞു, വേഗം പറഞ്ഞോ. Moment of inertia of a body about an axis. Parallel to the axis. Plus. And product of mass and the square of distance between them. Okay, ഇനി അത് വെച്ചിട്ട് പറയാൻ പോണേ. അപ്പൊ ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത് എന്താ? ശ്രദ്ധിച്ചേ. എ ബി എന്ന് പറയുന്നത് എന്താ? മിത്ര പറ, എ ബി എന്താ? ഇവിടെ ഞാൻ കൺസിഡർ ചെയ്തേക്കണ എ ബി എന്താ? ടാൻജന്റ്. ഓക്കെ, സി ഡി എന്താ? വിമൽ, സി ഡി എന്താ? വിമൽ, സി ഡി എന്താ? ചിരിക്കരുത്, ചിരിച്ച ഞാൻ വഴക്ക് പറയും കേട്ടാ. എ ബി എന്താ? ടാൻജന്റ്. സി ഡി എന്താ? ഡയമീറ്റർ. ഇനി ഗായത്രി, പാരലൽ ആക്സിസ് തിയറം ഒന്ന് അപ്ലൈ ചെയ്ത് പറഞ്ഞു. ഇവിടെ വേറെ ഒന്നും വേണ്ട, നമ്മൾ പാരലൽ ആക്സിസ് തിയറം എന്താണോ പഠിച്ചത് അതിന്റെ ഇക്വേഷൻ ഇവിടെ നിന്ന് പറഞ്ഞാൽ മതി. ഇതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ട ടാൻജന്റിന്റെ ആണ് കണ്ടുപിടിക്കേണ്ടത്. തെറ്റിപ്പോയാലും പ്രശ്നമില്ല, ജസ്റ്റ് പറയും. പറഞ്ഞോ. അക്കോർഡിംഗ് ടു പാരലൽ ആക്സിസ് തിയറം എന്താ വരിക? ഏതിന്റെയാ കണ്ടുപിടിക്കണ്ടേ? എ ബി. അപ്പൊ നമുക്ക് ഫസ്റ്റ് എന്താ എഴുതാം? മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ ബി വിച്ച് ഇസ് ഈക്വൽ ടു എന്താ പറഞ്ഞേ? അതല്ല പറഞ്ഞതല്ലേ? എന്താ പറഞ്ഞ? സം ഓഫ് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ആക്സിസ് വിച്ച് ഇസ് പാരലൽ ടു എ ബി. അപ്പൊ ഏതാ വരിക? ഐ സി ഡി പ്ലസ് പിന്നെ എന്താ വരിക? പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഓക്കെ, ഇനി ഇവിടെ ഐ സി ഡി എന്ന് പറയുന്നത് എന്താ? വിസ്മയ, ഐ സി ഡി എന്ന് പറയുന്നത് എന്താ? മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ഡയമീറ്റർ. അതിന്റെ നമ്മളിപ്പോ പഠിച്ചതാ. എന്താ പഠിച്ചത്? ഇക്വേഷൻ. മൊമെന്റ് ഓഫ് ഇനർഷ്യ ഡയമീറ്ററിന്റെ ഇക്വേഷൻ പഠിച്ചതല്ലേ ഇപ്പൊ? mr²/2. അപ്പൊ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ടാൻജന്റ് എ ബി ഇസ് ഈക്വൽ ടു ഇവിടെ എന്ത് കൊടുക്കുക? mr²/2 പ്ലസ് mr². ഓക്കെ, mr² കോമൺ ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ 1/2 + 1 ദാറ്റ് ഇസ്
3/2 mr². ഞാൻ ചോദിച്ചാൽ എനിക്ക് തന്നില്ല. ഞാൻ എങ്ങനെ എടുത്തോളാം പറഞ്ഞാ ഞാൻ വേണേ എന്തിനൊക്കെ എടുക്കാം. മാത്സ് എടുക്കാം. മാത്സ് എടുക്കണ്ട, പിള്ളേര് കൂട്ടും. ഹലോ 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 വാട്ട് യു മീൻ? ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിച്ചാൽ മതിയോ? പിന്നെ അതിന് സമയം തരുന്നില്ലല്ലോ. തരാം, 5 മിനിറ്റ് തരാം. കള്ളം പറഞ്ഞോടെ ഹിന്ദി ഹിന്ദി ഇല്ലാന്ന് ഹിന്ദി എടുക്കണില്ലാന്ന് 1000 രൂപ മിസ്സില് മാച്ചൊക്കെ എടുക്കുന്നുണ്ട്. എടാ മിസ് മിസ്സാ. ആ ശരി മിസ്. അങ്ങനെ ഉണ്ടായിരുന്നു. എനിക്ക് എന്റെ സ്റ്റാൻഡിന്റെ ചാപ്റ്റർ കഴിഞ്ഞ വർഷത്തെ കുറെ ഡാൻസ് കഴിഞ്ഞ വർഷത്തെ കുറെ പഠിക്കുന്നുണ്ട്. ഞാൻ സ്റ്റാൻഡിന്റെ ചാപ്റ്റർ ഇങ്ങനെ ഡൗട്ട് അടിച്ചിങ്ങനെ വന്നപ്പോഴത്തേക്കും മിസ് സ്റ്റാൻഡ് എടുത്തോണ്ടിരിക്കും. ഞാനിവിടെ ഡോറിലോട് ക്ലാസ് സ്റ്റാൻഡ് ദിവസം പിള്ളേർക്ക് എടുത്തില്ലേ? സ്റ്റാറ്റ്സ് എളുപ്പമാണ്. ഈ വർഷം അത്യാവശ്യം ഈ വർഷം അത് കഴിഞ്ഞ വർഷത്തെ കണ്ടിന്യൂഷൻ ആണ്. ഈ വർഷം സ്ട്രൈറ്റ് ലൈൻ കഴിഞ്ഞിട്ടാണ്. അതെനിക്ക് അറിഞ്ഞു. ഓക്കെ, ഇനി അടുത്ത എഴുതിക്കോ. അടുത്ത സിമ്പിൾ ആയിട്ട് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണേ. ഞാൻ പറഞ്ഞുതരാം, ഹിന്റ് തരാം, എന്താ കണ്ടുപിടിക്കണേ എഴുതിക്കോ. മൊമെന്റ് ഓഫ് ഇനർഷ്യ. അതായത് ഇപ്പൊ ഒന്ന് രണ്ടെണ്ണം ശ്രദ്ധിച്ചാൽ നമുക്ക് കിട്ടും എന്താ ചെയ്യേണ്ടത്. പിന്നെ ഇവിടെ ഏതൊക്കെ തിയറമാ വേണ്ടത്? പെർപെൻഡിക്കുലർ ആക്സിസ് തിയറോ അതുപോലെ പാരലൽ ആക്സിസ് തിയറോ നന്നായിട്ട് അറിഞ്ഞിരിക്കുക. അടുത്തത് ചെയ്യണം കേട്ടോ. ആർക്കൊക്കെ കിട്ടുമെന്ന് നോക്കട്ടെ. തെറ്റിയാലും പ്രശ്നമില്ല, ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. നോക്കണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നോക്കണ്ട, എന്താ മനസ്സിലായത് വെച്ച് ചെയ്താൽ മതി. അടുത്തത് കണ്ടുപിടിക്കാൻ പറ്റും. വിമല എഴുതി കഴിഞ്ഞാ? ഇത്ര നേരം സ്റ്റാറ്റിന്റെ കഥയും പറഞ്ഞിരുന്നു. നീ എഴുതി കഴിഞ്ഞ? വേദ കഴിഞ്ഞ? അടുത്തത് വീണേന. മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് റിംഗ്. Moment of inertia of ring about the tangent. സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെ, അതാ പറഞ്ഞത്. നിങ്ങൾക്ക് ഒന്ന് ചിന്തിച്ചാൽ ചെയ്യാൻ പറ്റുന്നേ. മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ റിംഗ് about the tangent parallel to the axis passing through the center and perpendicular to its plane. Perpendicular to its plane എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നോക്കേണ്ട ആവശ്യമില്ല, നമ്മൾ പാരലൽ ടു ദ ആക്സിസ് അത്രയും നോക്കിയാൽ മതി. അപ്പൊ എന്താ ഡിഫറൻസ് വന്നേക്കുന്നതെന്ന് മനസ്സിലായ? എഴുതി കഴിഞ്ഞില്ലേ? എവിടെ വരെ എഴുതി? ആക്സിസ് പാസിംഗ് ത്രൂ ദ സെന്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് പ്ലെയിൻ. അതായത് ആക്സിസ് വരച്ച് കഴിയുമ്പോഴത്തേക്ക് എന്തായാലും പെർപെൻഡിക്കുലർ ആയിട്ട് വന്നോളും. അവിടെ വരെ നോക്കണ്ട. എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഇവിടെ നമ്മൾ എന്താ വരച്ചേക്കുന്നത്? മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ റിംഗ് അബൌട്ട് ദ ടാൻജന്റ് ആൻഡ് പാരലൽ ടു ഇറ്റ്സ് ഡയമീറ്റർ എന്നാ പറഞ്ഞിരിക്കുന്നേ. എഴുതിയില്ലേ? എവിടെ എത്തി? എഴുതി. ഓക്കെ, എവിടെ എത്തി? പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് പ്ലെയിൻ. ഞാൻ സ്പീഡ് പോണ എന്താന്നാടാ? ഒരു 2 മിനിറ്റ് ഗ്യാപ്പ് കിട്ടി ഇവിടെ സംസാരിക്കും. ഓക്കെ, എഴുതി കഴിഞ്ഞാൽ ഉടനെ സംസാരോ? പറഞ്ഞോട്ടെ. ഓക്കെ, അപ്പോ ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചത് എന്താ? മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ റിംഗ് അബൌട്ട് ദ ടാൻജന്റ് പാരലൽ ടു ഇറ്റ്സ് ഡയമീറ്റർ എന്നാ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് തന്നിരിക്കുന്നത് എന്താ? മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ റിംഗ് അബൌട്ട് ദ ടാൻജന്റ് പാരലൽ ടു ഇറ്റ്സ് ആക്സിസ്. അത്രയും നോക്കിയാൽ മതി. അപ്പൊ എന്താ ഡിഫറൻസ് വന്നതെന്ന് മനസ്സിലായ? ഡയമീറ്റർ വരച്ച സ്ഥലത്ത് എന്ത് വരും? ആക്സിസ് ആയിരിക്കും. അപ്പൊ ഇക്വേഷൻ വരും. അവിടെയും എന്ത് കൺസെപ്റ്റ് തന്നെ അപ്ലൈ ചെയ്യണ്ടേ? അപ്പൊ ഇതാണ് ടാൻജന്റ് എന്ന് വിചാരിക്കുക. ആക്സിസ് വേണമെങ്കിൽ ഇങ്ങനെ പാസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതാണ് ടാൻജന്റ് എന്ന് വിചാരിക്കുക. ആക്സിസ് അപ്പൊ എങ്ങനെ പാസ് ചെയ്യും? ഇങ്ങനെ പാസ് ചെയ്യും. നമ്മൾ ഇവിടെ ഡയമീറ്റർ കൺസിഡർ ചെയ്ത സ്ഥലത്ത് ഇവിടെ എന്താണെന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ, ആക്സിസ് ആണെന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് ഏത് തിയറം കൊടുക്കാം? ജിസ് പറഞ്ഞേ. പാരലൽ ആക്സിസ് തിയറം കൊടുക്കാം. പാരലൽ ആക്സിസ് തിയറം കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾ എഴുതും. ബാക്കി ഞാൻ ഒരാളെ കൊണ്ട് പറയിപ്പിക്കാം, ആരെങ്കിലും കൊണ്ട്. ഹിന്ദി എഴുതണം നീ. അല്ല, ഇതാണ് ഞാൻ പറഞ്ഞത്. ഒരു 2 മിനിറ്റ് കിട്ടിയപ്പം വേറെ എന്തെങ്കിലും ചെയ്യും.
അതൊന്നും എഴുതണ്ട, വേറെ വേഗം എഴുതിക്കോ. നേരത്തെ ഡയമീറ്റർ വന്ന സ്ഥലത്ത് ആക്സിസ് ആക്കി വരക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നോക്കണ്ട കേട്ടോ, സ്വന്തമായിട്ട് ചെയ്യണം. ഞാൻ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ഹെൽപ്പ് ചെയ്യാം, പ്രശ്നമില്ല. തുടങ്ങ്. സി ഡി എന്ന് പറയുന്നത് എന്തായിട്ടാ നമ്മളിപ്പോ എടുത്തേക്കുന്നത്? ആക്സിസ്. എ ബി എന്ന് പറയുന്നത് എന്താ? എ ബി എന്താ? ടാൻജന്റ്. ഇവിടെ നീ ഒന്ന് പാരലൽ ആക്സിസ് തിയറം അപ്ലൈ ചെയ്തേ. അപ്ലൈ ചെയ്ത് ഇക്വേഷൻ എഴുതി വെക്ക്. ഇതൊക്കെ കിട്ടുന്നുണ്ടോ? ജിസ് എഴുതാൻ എനിക്ക് കാണണോട്ടാ, ഉറക്കം തന്നെയാണ്. അതാണ് പെർപെൻഡിക്കുലർ പാരലൽ ആക്സിസ് തിയറം എന്ന് പറയാൻ പറ്റാഞ്ഞത്. എഴുതിയാ? എഴുതി. അത്ര എഴുതി. ഹെൽപ്പ് അതാ പറഞ്ഞത്. അപ്പോൾ നീ ആ സെന്ററിൽ വരച്ചേക്കുന്ന ലൈൻ എന്താ? ആക്സിസ്. സൈഡിൽ വരച്ചേക്കുന്ന ലൈൻ എന്താ? ടാൻജന്റ്. അപ്പൊ രണ്ടെണ്ണം വന്നു കഴിയുമ്പോൾ അവിടെ ഏത് തിയറം ഉപയോഗിക്കാം? പാരലൽ ആക്സിസ് തിയറം ഉപയോഗിക്കാം. പാരലൽ ആക്സിസ് തിയറം അനുസരിച്ച് ഇക്വേഷൻ ഒന്ന് എഴുതിക്കാൻ എങ്ങനെയാ വരിക? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഇക്വേഷൻ മാത്രം. I ഈക്വൽ ടു ICM. അതല്ല, ഞാൻ പറഞ്ഞുതരാം. ബുക്ക് നോക്കിക്കോ നീ വേണമെങ്കിൽ. ബുക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ? അതിനോട്ട് തന്നെയാണ് ഇത്. പാരലൽ ആക്സിസ് തിയറം എഴുതിയത് ഇല്ല, പോയി, കടന്നുപോയി. നോക്ക്, ഇതല്ലേ വരച്ചു വെച്ചേക്കണം. ഇവിടെ കണ്ട, ഇതന്നെയല്ലേ വരച്ചു വെച്ചേക്കണം. അപ്പൊ ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദിസ് പ്ലസ് mr². അതേ സെയിം തന്നെയല്ലേ എക്ക് വരെ ഞാൻ അവിടെ 6 കൊടുത്തിട്ടുണ്ടെന്നല്ലേ ഉള്ള റേഡിയസ്. അതേ സെയിം തന്നെയല്ലേ ഇവിടെ വരച്ചു വെച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ എടുക്കാം? പറയും നീ, ഇതേ കൺസെപ്റ്റ് അനുസരിച്ച് പറയും. ഇതൊന്നുകൂടെ ഞാൻ പറയാം. സംസാരിക്കല്ലേ, ചെയ്തേ. അതായത് ഇതാണ് നമ്മുടെ പാരലൽ ആക്സിസ് തിയറം. അപ്പോൾ 2 ആക്സിസ് വന്നിട്ടുണ്ട് പാരലൽ ആക്സിസ് തിയറത്തിൽ. പെർപെൻഡിക്കുലർ ആക്സിസ് തിയറത്തിൽ എത്ര ആക്സിസ് വരും? 3 ആക്സിസ് വരും. ഇത് 2 എണ്ണം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം പാരലൽ ആക്സിസ് തിയറം അവിടെ വന്നിരിക്കുന്നത്. ഒരു ആക്സിസ് ബോഡിയുടെ സെന്ററിൽ കൂടെ പാസ് ചെയ്യും, മറ്റേ ആക്സിസ് എന്ന് പറയുന്നത് അതിന് തൊട്ട് പുറത്താണ്. സെന്ററിൽ കൂടെ ആയിരിക്കത്തില്ല പാസ് ചെയ്യണം. ഓക്കെ, മറ്റേ ആക്സിസ് ചിലപ്പോൾ പുറത്തൂടെ പാസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിന് ടച്ച് ചെയ്തിട്ടുണ്ടാവില്ല. ബോഡിയുടെ സെന്ററിൽ കൂടെ ആയിരിക്കത്തില്ല മറ്റേ ആക്സിസ് പാസ് ചെയ്യണം. അതാണ് കണ്ടീഷൻ. അപ്പോൾ ഈ ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇതിന് പാരലായിട്ട് നിൽക്കുന്ന ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ, അതാണ് ICM എന്ന് എഴുതി വെച്ചേക്കുന്നത്, പ്ലസ് mr². mr² എന്ന് പറഞ്ഞാൽ എന്താ? മാസ്, പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ. അതേ കൺസെപ്റ്റ് നീ ഇവിടെ യൂസ് ചെയ്തേ. ഇവിടെ നോക്കിക്കേ, ഒരേ ആക്സിസ് സെന്ററിൽ കൂടെ പാസ് ചെയ്യുന്നു, ഒരേ ആക്സിസ് അതിനെ ടച്ച് ചെയ്യാതെ പാരലായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കണമെന്ന് എന്ത് ചെയ്യുക? മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് IAB എഴുതിക്കേ. IAB ഈക്വൽ ടു എന്താ എഴുതാ? മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് എഴുത്, ശ്രദ്ധിച്ചാ കിട്ടും. ICD പ്ലസ് എന്ത് വരും? mr². എഴുത്. ഇനി നിൽക്കുക. അടുത്ത സ്റ്റെപ്പ് നോക്കിക്കേ. ICD എന്ന് പറയുന്നത് എന്താ? മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ആക്സിസ്. അപ്പൊ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ റിംഗ് അബൌട്ട് ആൻ ആക്സിസ് പാസസ് ത്രൂ ദ സെന്റർ. ഒരു ആക്സിസിൽ കൂടെ പോകുന്ന റിംഗിന്റെ ആക്സിസിൽ സെന്ററിൽ കൂടെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അവിടുത്തെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്താ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചത്? ഫസ്റ്റ് കേസിൽ കണ്ടുപിടിച്ചത്. ഫസ്റ്റ് കേസ് നീ വായിച്ചു നോക്ക്. mr². അപ്പൊ എഴുത് IAB ഈക്വൽ ടു mr² പ്ലസ് mr². അപ്പൊ എന്ത് വന്നു? IAB ഈക്വൽ ടു 2mr². ഇത്രേ ഉള്ളൂ. വേണ്ട, കിട്ടിയായിരുന്നോ? കിട്ടിയല്ല. ഇതൊക്കെ കിട്ടിയില്ലേ? ഫസ്റ്റ് കിട്ടിയ ഇതാ കറക്റ്റാ. വിമലിന് കിട്ടിയ ഹിന്ദിയാ പഠിച്ചോണ്ടിരിക്കണം. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ICD എന്താ? നമ്മളിത് ഇവിടെ എന്താ പറഞ്ഞത്? ഞാനിപ്പോ നിങ്ങൾ എഴുതി വെച്ചേക്കുന്നത് എന്താ? മൊമെന്റ് ഓഫ് ഇനേഷ്യ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ റിംഗ് അബൌട്ട് ദ ടാൻജന്റ് പാരലൽ ടു ദ ആക്സിസ്. ആക്സിസ് അല്ലേ വരച്ചേക്കുന്നത്? അപ്പൊ ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്താ? ഫസ്റ്റ് കേസിൽ കണ്ടുപിടിച്ചത് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ റിംഗ് അബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ദ സെന്റർ. 2mr². ആക്സിസ് പാസിംഗ് ത്രൂ ദ സെന്റർ എന്താ കണ്ടുപിടിച്ചേ? mr². അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യ്. ഇനി അപ്പോൾ നേരത്തെ ഇതിന് തൊട്ട് മുമ്പ് ചെയ്ത ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ റിംഗ് അബൌട്ട് ദ ടാൻജന്റ് പാരലൽ ടു ദ ഡയമീറ്റർ. അപ്പൊ ഇതിന് വേറെ ആക്സിസിന് വേറെ ഡയമീറ്റർ ആണ് കൺസിഡർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ എന്ത് വരും? ഡയമീറ്റർ ആണെങ്കിൽ എന്ത് വരും ഇക്വേഷൻ? അതെങ്ങനെയാ വന്നതെന്ന് മനസ്സിലായില്ല. അപ്പൊ ICDയുടെ പ്ലേസിൽ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക? mr²/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഇപ്പൊ നമ്മൾ പഠിച്ച മൂന്ന് കേസ് അല്ലേ നമ്മൾ പഠിച്ച? 4 കേസാ? 4 കേസ് അല്ലേ?
അത് 4 ഒന്ന് എടുത്തൊന്ന് വേഗം എഴുതി വെച്ചേ. എഴുതി വെക്കണം. ആ ഇക്വേഷൻ മാത്രമാണ് നമുക്ക് വേണ്ടത്. ആ ഇക്വേഷൻ മാത്രം. ഫസ്റ്റ് കേസ് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ റിംഗ് അബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ദ സെന്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് പ്ലെയിൻ. എഴുതിക്കോ. അത് സ്റ്റേറ്റ്മെന്റ് ഫുൾ എഴുതണം. അത് എഴുതിക്കോ. മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ റിംഗ്. ഫസ്റ്റ് വൺ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ റിംഗ്. Moment of inertia of the ring about an axis. First one, number 1. Moment of inertia of the ring about an axis passing through the center and perpendicular to its plane. Passing through the center and perpendicular to its plane. Passing through the center. Equation എന്താ? Perpendicular to its plane. I is equal to mr square. വേണ്ട, ഞാൻ ഇക്വേഷൻ മാത്രം എഴുതണം, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് എഴുതില്ല. സെക്കൻഡ് വൺ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ റിംഗ് about any diameter. ഡയമീറ്ററിന്റെ ഇക്വേഷൻ എന്താ? വേദ. ഇപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം കൂടെ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് എഴുതുന്നുള്ളൂ. ഡയമീറ്ററിന്റെ ഇക്വേഷൻ എന്താ? I is equal to mr square by 2. അടുത്തത് എന്താ നമ്മൾ പഠിച്ചേ? തേർഡ് വൺ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ റിംഗ് about the tangent which is parallel to the diameter. അപ്പൊ എന്ത് വരും? സ്റ്റേറ്റ്മെന്റ് പറയണേ ഒന്നുകൂടാ. എഴുതണം. എത്ര എണ്ണം വരെ എഴുതി? ഫസ്റ്റ് എഴുതി. എവിടെ എത്തി? തുടങ്ങിയ ഫസ്റ്റ് വൺ കുഴപ്പമില്ലല്ലോ. ഓക്കെ, തേർഡ് വൺ എന്താ പഠിച്ചേ? I is equal to 3/2 mr square. Fourth one moment of inertia of the ring about the tangent which is parallel to the axis. ഇപ്പൊ ഞാൻ എഴുതുന്നില്ല, പക്ഷെ നിങ്ങളോട് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും, നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്യും ഇപ്പൊ തന്നെ. I is equal to 2 mr square. ജിസ്സേ, നീ എന്ത് മറന്നാലും ഇത് മറക്കരുത്. ഓക്കെ, ഇനി അടുത്തത് ഡിസ്ക്. ഓക്കെ, അടുത്തത് കൊടുത്തോ. അടുത്തത് നിങ്ങൾക്ക് തന്നെ ചെയ്യാം, നിങ്ങൾ തന്നെ ചെയ്തിട്ട് പോയാൽ മതി. സിമ്പിളാ, ഞാൻ ഇതുപോലെ പറഞ്ഞുതരാം. അടുത്ത എഴുതിക്കോ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ഡിസ്ക്. അപ്പൊ റിംഗിന്റെ കേസ് കഴിഞ്ഞ് റിംഗിന്റെ സെറ്റ് ഓഫ് ഇക്വേഷൻസ് ആണ് നമുക്ക് കിട്ടിയത്. അത് ആരാ വീഴാൻ പോയത്? ഗായത്രിയാ. ഫസ്റ്റ് വൺ മാത്രം ഞാൻ പറഞ്ഞുതരാം, ബാക്കി അത് വെച്ച് അങ്ങ് ചെയ്യാൻ പറ്റില്ലേ ഓരോന്നും? ഓക്കെ, ബാക്കി ചെയ്യാൻ പറ്റുമല്ല? ട്രൈ ചെയ്യാം, എല്ലാരും ചെയ്യണം. എല്ലാരും ചെയ്ത് കഴിയാതെ ഞാൻ വിടത്തില്ല. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ പറഞ്ഞുതരേണ്ട ആവശ്യമില്ല. ഇത് ഞാൻ ഫസ്റ്റ് ഇക്വേഷൻ പറഞ്ഞുതരാം. അല്ല, ട്രൈ ചെയ്താലേ പറ്റുള്ളൂ. ട്രൈ ചെയ്. ഇപ്പൊ ഈ ലാസ്റ്റ് വൺ കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ ട്രൈ ചെയ്തിട്ട്? എല്ലാവർക്കും കിട്ടിയില്ലേ? മനസ്സിലാക്കി തന്നെയല്ലേ കോപ്പി ചെയ്ത് വെച്ചൊന്നും അല്ലല്ലോ? അല്ല, പിന്നെന്താ ഇനി അടുത്ത് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് അത്ര ഈസി ആവും. എക്സാമിന് അത് ഓർത്തിരിക്കും. സ്വന്തമായിട്ട് ചെയ്ത കാര്യമാണെങ്കിൽ ഓർത്തിരിക്കും. അതുകൊണ്ട് ഞാൻ പറയുന്നത്. ഫസ്റ്റ് വൺ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ ഡിസ്ക്. എഴുതിക്കോ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ ഡിസ്ക് about an axis. Moment of inertia of the disk about an axis passing through the center and perpendicular to its plane. ഇതിന്റെ ഡെറിവേഷൻ നമുക്ക് വേണ്ട. മറ്റേതിന്റെ പിന്നെയും ചോദിച്ച് കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അത് തന്നത്. ഇതിന്റെ ഡെറിവേഷൻ വേണ്ട.
മറ്റേത് ഫസ്റ്റ് വൺ എന്താ വന്നത് ഐ ഈസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ. ഇവിടെ എന്താ വന്നിരിക്കുന്നത് ഐ ഈസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ ബൈ 2 കിട്ടിയ സെന്ററിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ. അപ്പൊ ഇപ്പൊ ഉണ്ടാതിരിക്കുന്നത് തീർത്തോട്ടെ. റിങ്ങിന്റെ കേസിൽ സെന്ററിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ ഇക്വേഷൻ എന്താ വരിക എം ആർ സ്ക്വയർ. ഓക്കെ, ഇനി റിങ്ങിന്റെ പ്ലേസിൽ ഇപ്പൊ എന്താ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഡിസ്ക് ആണ്. ഡിസ്കിന്റെ സെന്ററിൽ കൂടെ ആക്സിസ് പാസ് ചെയ്യുമ്പോൾ ഇക്വേഷൻ എന്താ വരിക എം ആർ സ്ക്വയർ ബൈ 2. ഓക്കെ, ഇനി അടുത്ത കേസ് നിങ്ങളൊന്ന് കണ്ടുപിടിച്ചേ. മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ ഡിസ്ക്. എന്താ പ്രശ്നം എന്താ വേഗം എഴുതും. ഇല്ല, ഐ ഈസ് ഈക്വൽ ടു സെന്ററിന്റെ മാറിയില്ലേ, അപ്പൊ ആക്സിസിന്റെ മാറുമ്പോ മാറത്തില്ലേ. ഇനി സംസാരിക്കരുത് കേട്ടാ. എഴുതിക്കേ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ ഡിസ്ക്. ഫസ്റ്റ് വൺ കേസ് എഴുതിയാ നോക്കി എഴുതി വെച്ചതല്ലേ. ഓക്കെ, ഇനി അടുത്ത എഴുതിക്കോ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ ഡിസ്ക്. അടുത്ത എന്തായിരിക്കും വരിക? അപ്പോ നമ്മൾ ഫസ്റ്റ് റിങ്ങിന്റെ എന്താ കണ്ടുപിടിച്ചേ? റിങ്ങിന്റെ കേസ് എന്താ കണ്ടുപിടിച്ചേ? ഡയമീറ്റർ അല്ലേ അടുത്തത് കണ്ടുപിടിച്ചേ. അപ്പൊ ഇനി അടുത്ത ഡയമീറ്റർ ചെയ്യും. മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ ഡിസ്ക് എബൌട്ട് എനി ഡയമീറ്റർ. അത് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയാൽ എങ്ങനെയാ വരാന്ന്. നേരത്തെ സെയിം കൺസെപ്റ്റ് തന്നെ, വ്യത്യാസം ഒന്നുമില്ല. ഒരു ഡിസ്ക് വരക്കുക, ഡിസ്കിന്റെ എന്ത് കൊടുക്കുക, ഏതെങ്കിലും ഒരു ഡയമീറ്റർ കൺസിഡർ ചെയ്യുക. മറ്റേത് വേണമെങ്കിൽ നോക്കി ചെയ്യാം, പ്രശ്നമില്ല. തെറ്റിക്കാതിരുന്നാൽ മതി, ജസ്റ്റ് നോക്കി ചെയ്താലും പ്രശ്നമില്ല. മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ ഡിസ്ക് എബൌട്ട് എനി ഡയമീറ്റർ. മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ ഡിസ്ക് എബൌട്ട് എനി ഡയമീറ്റർ. ഡയമീറ്റർ കഴിഞ്ഞവര് ബാക്കി രണ്ട് കേസും ചെയ്യാം. ആ ഡിസ്ക് മനസ്സിലായില്ലേ? സി ഡി. ഓക്കെ, അപ്പൊ ഡയമീറ്റർ നമ്മൾ എന്താ ചെയ്ത നേരത്തെ? വിടത്തില്ല കേട്ടോ, ഞാനിത് തീർക്കാതെ ഞാൻ വിടത്തില്ല എത്ര ലേറ്റ് ആയാലും. നേരത്തെ കേസ് കൺസിഡർ ചെയ്ത പോലെ തന്നെ രണ്ട് ഡയമീറ്റർ കൺസിഡർ ചെയ്യുക, എക്സ് എക്സ് ഡാഷ് വൈ വൈ ഡാഷ്. ഓക്കെ, ഇനി നമ്മുടെ ആക്സിസ് ഞാൻ വരച്ചു, ഇസെഡ് ഇസെഡ് ഡാഷ് എന്ന് പറയുന്ന ഒരു ആക്സിസ് ഞാൻ വരച്ചു വെച്ച്. ഇനി എന്താ ചെയ്യാ? ഇനി ആര് പറയും ബാക്കി? ഇനി എന്താ ചെയ്യാ? അപ്പൊ 3 ആക്സിസ് വന്നിട്ടുണ്ട്. എക്സ് എക്സ് ഡാഷ് എന്ന് പറയുന്നത് എന്താ? എക്സ് എക്സ് ആക്സ് എന്താ? ഈ ഡിസ്കിന്റെ ഡയമീറ്റർ. വൈ വൈ ഡാഷ് എന്ന് പറയുന്നത് എന്താ? അതും എന്താ തന്നെയാ? ഡയമീറ്റർ. ഇനി ഇസെഡ് ഇസെഡ് ഡാഷ് എന്ന് പറയുന്നത് എന്താ? ആക്സിസ്. ഓക്കെ, ഇനി ഇവിടെ ഏത് തിയറം അപ്ലൈ ചെയ്യാം? ജിസ്സയെ പറയൂ. നിന്നെ പഠിപ്പിക്കാനാ ഞാൻ പറയണ, പറഞ്ഞോ. ഏതാ നോക്കുക കേട്ടോ. 3 ആക്സിസ് വന്നിട്ടുണ്ട്. 2 തിയറോ നമ്മൾ പഠിച്ചത്. 2 ആക്സിസ് വരുമ്പോ ഞാൻ പറഞ്ഞ ഏത് തിയറം വരുന്നത്? ഏത് തിയറം വരുന്നത്? പാരലൽ ആക്സിസ് തിയറം. അപ്പൊ ഇവിടെ ഏത് തിയറം വരും? പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. അക്കോർഡിംഗ് ടു പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. ഗായത്രി ബാക്കി പറയും. എങ്ങനെ വരും? ഇക്വേഷൻ എന്താ? ജനറൽ ഇക്വേഷൻ എന്താ? ഐ സെഡ് ഈക്വൽ ടു ഐ എക്സ് പ്ലസ് ഐ വൈ. ഇനി ഇവിടെ ഒന്ന് പാരലൽ ആക്സിസ് തിയറം, സോറി പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം ഒന്ന് അപ്ലൈ ചെയ്ത് പറഞ്ഞേ. ഐ ഇസെഡ് ഇസെഡ് ഡാഷ് ഈക്വൽ ടു ഐ എക്സ് എക്സ് ഡാഷ് പ്ലസ് ഐ വൈ വൈ ഡാഷ്. ഐ എക്സ് എക്സ് ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താ? ഡയമീറ്റർ. ഐ ഡി പ്ലസ് ഐ ഡി. ബാക്കി വേദ പറയും. ബാക്കി ഐ ഇസെഡ് ഇസെഡ് ഡാഷ്. ഇത് പറയണ്ട, അടുത്ത പറഞ്ഞാൽ മതി. 2id. ഇനി ഐ ഡി ഈക്വൽ ടു എന്ത് വരും? അപ്പോ ഐ ഇസെഡ് ഇസെഡ് ഡാഷ് ബൈ 2. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ഐ ഇസെഡ് ഇസെഡ് ഡാഷ്? അക്സ ഐ ഇസെഡ് ഇസെഡ് ഡാഷ് എന്ന് പറയുന്നത് എന്താ ഇവിടെ കൺസിഡർ ചെയ്തേക്കുന്നത്? ഇസെഡ് ഇസെഡ് ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താ നോക്കി? അത് എക്സ് എക്സ് ഡാഷും വൈ വൈ ഡാഷും ആണ് ഡയമീറ്റർ. ഇസെഡ് ഇസെഡ് ഡാഷ് എന്താ? ആക്സിസ്. ഇത് എഴുതി വെച്ചിട്ടുണ്ട്, ആക്സിസ്. ഓക്കെ, ആക്സിസ് ആവുമ്പോ ഇക്വേഷൻ എന്ത് വരും? ഫസ്റ്റ് കേസ് എഴുതിയത് വായിച്ചേ, ശബ്ദം ഉണ്ടാക്കല്ലേ. ഇക്വേഷൻ എന്താ വരിക? എം ആർ സ്ക്വയർ ആണോ വരിക? എം ആർ സ്ക്വയർ എന്തിന്റെ കേസിലാ വരിക? റിങ്ങിന്റെ കേസ്. ഇവിടെ എന്താ പഠിക്കുന്നത്? ഡിസ്ക് അല്ലേ. അപ്പൊ ഡിസ്കിന്റെ കേസിൽ എന്ത് വരും? എം ആർ സ്ക്വയർ ബൈ 2 ഡിവൈഡഡ് ബൈ 2. അപ്പൊ എന്ത് വന്ന്? 1/4 എം ആർ സ്ക്വയർ. ഐ ഇസെഡ് ഇസെഡ് ഡാഷ് എന്ന് പറഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ ഡിസ്ക് അബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ദ സെന്റർ. അതിപ്പോ നമ്മൾ എന്താ എഴുതി വെച്ചേക്കണം? ഫസ്റ്റ് കേസ് എം ആർ സ്ക്വയർ ബൈ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അടുത്ത 2 എണ്ണം നിങ്ങൾ തന്നെ ചെയ്യണം. ചെയ്ത് കഴിയണവരെ വിടാ ഞാൻ.
ചെയ്ത് കഴിയണവരെ വിടാം. മനസ്സിലായില്ലേ? മനസ്സിലായി? ഇതുവരെ മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞോ. ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടോ ഇതുവരെ? പറഞ്ഞോ, ഞാൻ പറഞ്ഞുതരാം ഒന്നുകൂടെ. പക്ഷെ ബാക്കി 2 ചെയ്ത് കാണിക്കണം, അതുകൊണ്ടാ പറയുന്നത്. ആദ്യത്തെ സാധനം ഇല്ലടാ, ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ അതിൽ ഡെറിവേഷൻ നമുക്ക് വേണ്ട. അത് ജനറൽ ഇക്വേഷൻ, റിങ്ങിന്റെ mr²ഉം ഡിസ്കിന്റെ mr²/2 അത്രയും നോക്കി വെച്ചാൽ. ഡെറിവേഷൻ വേണം എന്നുണ്ടെങ്കിൽ ക്ലാസ്സിൽ എടുക്കുമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അത് ചോദിക്കാറില്ല, അതുകൊണ്ടാ പറയുന്നത്. അടുത്തത് 2 കണ്ടുപിടിക്കണേ വേഗം. വേഗം ചെയ്യണേ, ആരും നോക്കണ്ട, സ്വന്തമായിട്ട് ചെയ്താൽ മതി. ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തന്നോളാം. വേഗം. അടുത്ത 2 കേസ്. ടാൻജന്റ്. About any tangent parallel to the axis ഫസ്റ്റ് കേസ്, അല്ലെങ്കിൽ parallel to the diameter. അത് രണ്ടും ചെയ്യണം. ടൈം എടുത്തോ, ടൈം തീരണവരെ എടുത്തു. ഒരു കുഞ്ഞു ടോപ്പിക്കും കൂടെ ഉണ്ട്, അതുകൂടെ ഉണ്ടെങ്കിൽ ചാപ്റ്റർ തീരുമായിരുന്നു. കഴിഞ്ഞ ഞാൻ വരാം, നിന്നെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കാം, പ്രശ്നമില്ല, കുഴപ്പമില്ല, ഞാൻ പഠിപ്പിച്ചു തരാം. കിട്ടാത്ത ആരെങ്കിലും ഉണ്ട്? അക്സൊക്കെ കിട്ടുന്നില്ലേ? കിട്ടുന്നില്ലെങ്കിൽ അങ്ങോട്ട് നോക്കിക്കോട്ടെ. കിട്ടിയാ 3/4 വന്നു. 2 ചെയ്താ mr². ഇപ്പൊ ഏതാ ചെയ്തേക്കുന്നത്? ഹെഡിങ് എഴുത്. മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഇപ്പൊ ഏതാ എടുത്തേക്കണേ? ഇത് ആക്സിസ് ആണ് ഡയമീറ്റർ ആണ്? ഡയമീറ്റർ. അപ്പൊ എഴുത് മൊമെന്റ് ഓഫ് ഇനർഷ്യ. എഴുതിക്കോ. ഒരെണ്ണം കൂടി. about the diameter. ഇത് moment of inertia of the tangent. moment of inertia of the ring about the tangent of the ring. റിംഗ് അല്ലേ നമ്മൾ ഡിസ്ക്. moment of inertia of the disk about the tangent. ആ ടാൻജന്റ് എങ്ങനെയാ വരച്ചേക്കുന്നത്? parallel to diameter. ടാൻജന്റ് parallel to diameter. അടുത്തത് parallel to axis കൊടുക്കുക. ആക്സിസിന്റെ ഇക്വേഷൻ അറിയണം, അപ്പോൾ മറ്റേതിന്റെ ഇക്വേഷനും അറിയണം. ഒരു ടോപ്പിക്കും കൂടെ ഉണ്ടായിരുന്നു. എവിടെ എത്ര കിട്ടിയത്? ഡയമീറ്റർ അല്ലേ? ഇതെങ്ങനെ ബൈച്ചു വന്ന്? അല്ല, ഇവിടെ ഏത് തിയറോ? പാരലൽ ആക്സിസ് തിയറോ അല്ലേ? പാരലൽ ആക്സിസ് തിയറത്തിൽ ഇക്വേഷൻ എന്താ? പാരലൽ ആക്സിസ് തിയറം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച തിയറം ഫസ്റ്റ്. അല്ലല്ല, എന്താ പറയാ? IAB = ICD + mr². അതല്ലേ പഠിച്ചത്? അല്ലെങ്കിൽ ICD = moment of inertia about an axis which is equal to the sum of moment of inertia of the axis which is parallel to that axis plus product of mass and square of distance between them. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കേൾപ്പിച്ചത് അല്ലേ? y2 വരില്ല. പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ അല്ലേ? തിയറത്തിന് മാറ്റമില്ല. ആകെ മാറ്റമുള്ളത് ഡിസ്ക് ആയി കഴിയുമ്പോൾ അതിന്റെ ആക്സിസിനും മാറ്റം വരും, ഡയമീറ്ററിനും മാറ്റം വരും. ഇക്വേഷന് മാറ്റമില്ല. അപ്പൊ എന്താ തിരുത്ത് വരെ ഇവിടെ? y2 ഇല്ല, ജസ്റ്റ് അപ്പൊ കറക്റ്റാ. 1/4 mr² + mr². അപ്പൊ എന്ത് വരും? 4 അല്ല, 1/4 + 1 + 1 mr² 1 അല്ലേ? അപ്പൊ എന്ത് വരും? ചെയ് ഫ്രാക്ഷൻ ഒക്കെ പഠിപ്പിക്കണമല്ലോ ഇനി. ഒരു സെക്കൻഡ്. അടുത്തത് കറക്റ്റ്. രണ്ടും കഴിഞ്ഞ ഒരെണ്ണം കൂടി വരുമല്ലോ. കറക്റ്റ്. 5 എഴുത്. ഇപ്പൊ കറക്റ്റ് ആയില്ലേ? ഇനി അടുത്ത കേസ് മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഇത് ടോപ്പിക് ഞാൻ പറഞ്ഞുതരാം. മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ ഡിസ്ക്. ഇതെന്തിന്റെ ചെയ്തേക്കണം? ഡയമീറ്റർ ഇല്ല. ഇത് ഇവിടം വരെയും കറക്റ്റാ. ഈ ആഡ് ചെയ്തേക്കണെല്ലാം മിസ്റ്റേക്ക് വന്നേക്കുന്നത്. mr² കോമൺ അല്ലേ? 1/4 + 1 എന്താ ചെയ്? അതാ തെറ്റിയത്. 5/5 ഒന്നും വരൂല. മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ ഡിസ്ക്. ജിസേ ഞാൻ വരാട്ടെ, ഞാൻ വന്നിട്ട് എഴുതാൻ മതി.
ഞാൻ വരട്ടെ എന്നിട്ട് ചെയ്താൽ മതി. അബൌട്ട് ആൻ ആക്സിസ്, about the tangent which is parallel to the axis. നേരത്തെ ഡയമീറ്റർ അല്ലേ എടുത്തത്, ഇപ്പൊ ആക്സിസ് അത്രേ വ്യത്യാസമുള്ളൂ. about the tangent which is parallel to the axis. പാരലൽ ടു വെറുതെ വരച്ചു വെക്കണേ അല്ലേ? which is parallel, okay, parallel to the axis. വരച്ചേ ഇവിടെ ഇതിന് പകരം സി ഡി എന്ന് പറയുന്നത് നമ്മൾ ഡയമീറ്റർ ആയിട്ടല്ലേ കൺസിഡർ ചെയ്തത്. ഇവിടെ ഡയമീറ്റർ, മറ്റേതിൽ എന്താവും? സെയിം ഫിഗർ തന്നെ വരക്കാം, പ്രശ്നമില്ല. പക്ഷെ ഇവിടെ ഇപ്പോ എ ബി എന്ന് പറയുന്നത് ടാൻജന്റും സി ഡി എന്ന് പറയുന്നത് എന്താ? ആക്സിസ് ആണ്. ആക്സിന്റെ ഇവിടെ ഇതില് പാരലൽ ആക്സിസ് തിയറം അപ്ലൈ ചെയ്ത് എഴുതിക്കുക. ഇവിടെ എഴുതിയ പോലെ ഇക്വേഷൻ എഴുതുക. ഐ എ ബിയുടെ കണ്ടുപിടിക്കണം. ഐ എ ബി ഈക്വൽ ടു എന്ത് വരും? ഐ സി ഡി പ്ലസ് എം ആർ സ്ക്വയർ. ഇനി ഐ സി ഡി എന്ന് പറയുന്നത് എന്താ? ആക്സിസ് അല്ലേ? അപ്പൊ ആക്സിസിന്റെ കേസിൽ ഡിസ്കിന്റെ എന്താ നമ്മൾ പഠിച്ചത്? എം ആർ സ്ക്വയർ ബൈ 2 പ്ലസ് എം ആർ സ്ക്വയർ. എം ആർ സ്ക്വയർ കോമൺ ആക്കി എടുത്തിട്ട് 1/2 പ്ലസ് 1. കഴിഞ്ഞ എവിടെ? 3/2. മറ്റേത് എന്താ കിട്ടിയത്? നോട്ടിൽ എഴുതണം കേട്ടോ ഇതൊക്കെ. കഴിഞ്ഞ താത്ത എങ്ങനെ കിട്ടിയെന്ന് പറ. 5 അല്ല, 5/4 എം ആർ സ്ക്വയർ. 3/2. ഇതൊന്ന് ചെയ്ത് കാണിച്ചേടാ എന്നെ ഇവിടെ. ഒന്ന് ചെയ്ത് കാണിക്ക് പ്ലീസ്. ഒരെണ്ണം ചെയ്ത് കാണിച്ചിട്ട് പോകും.